അദ്ദേഹം കേട്ടുകൊണ്ടിരുന്ന വചനം ദൈവം നമ്മളെ നന്നാക്കി 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 നാക്കി ചെത്തി വെടിപ്പാക്കി ശരിയാക്കിക്കൊണ്ടിരിക്കുക. കേട്ട് കേട്ട് ചെത്തി 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 ഒന്നുമില്ല. ഇപ്പം തന്നെ സ്നേഹിക്കുന്നവരെ രാവിലെ രാവിലെ മുണ്ടൊക്കെ മടക്കി വെട്ടുകത്തിയൊക്കെ ആയിട്ടാണ് കർത്താവ് വന്ന് കുറച്ചുകൂടെ ഇവനെ ഒന്ന് ചെത്തി വെടിപ്പാക്കണം. ആൻഡ് ദാറ്റ് ഇസ് എ വെരി ഫോൾസ് നോഷൻ. വളരെ തെറ്റായ ടീച്ചിങ് ആണ്. കർത്താവിൻ്റെ വചനത്തിങ്കിൽ ഉറയ്ക്കുന്നവരായ വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നാം വീണ്ടും മഹത്വ സന്നിധിയിൽ വന്നെത്തിയിരിക്കുകയാണ്. അതായത് ദൈവവചനത്തിന് മുമ്പാകെയാണ് നാം കടന്നു വന്നിരിക്കുന്നത്. സന്നിധി ബോധത്തോടെ, ഭയത്തോടെ, വിറയലോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. സ്വർഗത്തിലെ ദൈവം നമ്മോട് തൻ്റെ വചനത്തിലൂടെ സംസാരിക്കട്ടെ. നമുക്ക് ശരിയായ പാത ഓരോ സമയവും വെളിപ്പെടുത്തി തരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഒത്തുകൂടിയ സമയത്ത് പതിവ് പോലെ ക്രൂശിൻ്റെ ശത്രുക്കൾ എന്ന ഗഹനമായൊരു വിഷയം തന്നെയാണ് നാം പറഞ്ഞു തുടങ്ങിയത്. കുറേ ആഴ്ചകളായി നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് വളരെ ബൃഹത്തായൊരു സബ്ജക്റ്റാണ്. തുടർന്ന് കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് പറയാനുണ്ട്. കാരണം ഈ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിലാണ് അപ്പോസ്തലന്മാർ ഈ ലേഖനങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ലേഖനങ്ങളുടെയൊക്കെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി തിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെയൊരു ധ്യാനം ആരംഭിക്കാനായിട്ട് കാരണമായി തീർന്നത് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിലെയും 1-ാം അധ്യായത്തിലെയും ചില വാക്യങ്ങളുടെ ഉള്ളടക്കം, അതിൻ്റെ ആഴം മനസ്സിലാക്കിയതുകൊണ്ടാണ് അങ്ങനെ ഒരു വിഷയം ചിന്തിച്ച് മുന്നോട്ട് പോകാനിടയായത്. അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ കുറേ ആഴ്ചകൾ ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസംഗങ്ങളെക്കുറിച്ചും നമ്മെ വിരുദ് തെറ്റിക്കുന്ന രീതിയിൽ, വഴിയിൽ നിന്ന് മാറ്റിക്കളയുന്നതായ രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കാനിടയായി. അങ്ങനെ ചിന്തിച്ച് പോയപ്പോഴാണ് തിമത്തിയോസിൻ്റെ ലേഖനത്തിലേക്ക് ചെന്നെത്തുവാനിടയായത്. അതായത് ഒരു 3-4 ആഴ്ച എനിക്ക് തോന്നുന്നു അടുപ്പിച്ച തിമത്തിയോസിൻ്റെ ലേഖനത്തിൽ നിന്ന് സംസാരിക്കാനിടയായി. എന്നാൽ കഴിഞ്ഞ ആഴ്ച നാം ആ കാര്യങ്ങളൊക്കെ പതിയെ ഒതുക്കി വെച്ചിട്ട് കുറച്ചും കൂടെ മുൻപോട്ട് പോയി. മലയാളക്കരയിലെ വളരെ പ്രസിദ്ധനായ ഒരു പ്രഭാഷകൻ, അദ്ദേഹം ദൈവവചനത്തെ അതിൻ്റെ മഹിമയിൽ പ്രസംഗിക്കുന്ന ആളല്ല, തെറ്റായ വഴിയിലേക്ക് ജനത്തെ നയിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ദൈവവചനത്തെ കൂട്ടിക്കളഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു തുടങ്ങിയത്. അതായത് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ ഞാൻ നിങ്ങളെ ചെത്തും അധികം ഫലം കായ്ക്കേണ്ടതിന് എന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു പോയത്. എന്നാൽ ആ മെസ്സേജിൻ്റെ ആരംഭ ഭാഗത്ത് ഞാൻ 1-2 കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. അത് ഈ തിമത്തിയോസിൻ്റെ ലേഖനത്തിൽ നിന്ന് തന്നെയാണ് പറയാനിടയായത്. ഞാൻ 3 വാക്യങ്ങൾ അതിൻ്റെ തലേ ദിവസങ്ങളിൽ നമ്മുടെ ചില സഹോദരങ്ങൾക്ക് ഇങ്ങനെ കൊടുത്തു. ആ വാക്യങ്ങളുടെ അർത്ഥവും ആഴമൊക്കെ ഒന്ന് പറഞ്ഞ് കേൾപ്പിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ എല്ലാവരും ഏറെക്കുറെയൊക്കെ പറഞ്ഞെങ്കിലും അതിലെ ഒരു വാക്യത്തിൻ്റെ അർത്ഥം പറഞ്ഞു വന്നപ്പോൾ അതൊരു കൃത്യതയില്ലാതെ പോയി. അതായത് 1 തിമത്തിയോസ് 6-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, ആ വാക്യത്തിൽ ഉന്മാനം ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക എന്നുള്ളതാണ്. ആ വാക്യം വായിക്കുമ്പോഴൊക്കെയും പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് എബ്രായ ലേഖനം 13-ാം അധ്യായത്തിലെ വാക്യം കൂടെ ഓടിക്കേറി വരും. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കില്ല, കൈവിടില്ല എന്ന ആ വാക്യം ഇതിനോടൊരു ഇണവാക്യം പോലെ അങ്ങ് ചേർത്ത് വെച്ച് പറയാനായിട്ട് ഉത്സാഹം വരാറുണ്ട്. അപ്പോൾ അത് ഒരു സൈഡിൽ ആ വാക്യം നിർത്തി മറു സൈഡിൽ കൊണ്ടുവന്ന വാക്യം 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിലെ വാക്യമാണ്. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ, അവരുടെ ജീവിതത്തിൽ അവർ ഈ മരുയാത്രയിൽ വാഗ്ദത്ത ഭൂമി ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരുന്നപ്പോൾ അവർ ദുർമോഹികളായി തീർന്നു. ആ കാരണത്താൽ അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്നുള്ള കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. അത് നമുക്ക് ദൃഷ്ടാന്തത്തിനായിട്ട് എഴുതിയിരിക്കുന്നു, അത് നമ്മുടെ ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതിയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ 2 വാക്യം 2 സൈഡിൽ വെച്ചിട്ട് മുൻപിലേക്ക് മറ്റൊരു വാക്യം കൊണ്ടുവന്നു. ആ വാക്യം
മത്തായി 7-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യമാണ്. ഇടുക്കുവാതിലൂടെ കടപ്പിൻ, അതുപോലെ ഞെരുക്കമുള്ള വഴിയിലൂടെ സഞ്ചരിപ്പിൻ എന്നുള്ളതാണ് മത്തായിയുടെ സുവിശേഷത്തിലെ ആ വാക്യം. ആ വാതിൽ കണ്ടെത്തുന്നവരും ആ വഴിയിലൂടെ കടന്ന് സഞ്ചരിക്കുന്നവരുമായവരുടെ എണ്ണം തുലവും തുച്ഛമായിരിക്കും എന്നാണ് വായിക്കുന്നത്. അത് കണ്ടെത്തുന്നവർ ചുരുക്കമായിരിക്കും. അപ്പം നമ്മൾ പിന്നെയും കൂടെ അങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രിയ സഹോദരങ്ങളെ ഉത്സാഹിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ള കാര്യമെന്ന് പറയുന്നത്, എല്ലാവരും ആ വാതിലും വഴിയൊക്കെ ഒന്ന് കണ്ടെത്തട്ടെ. കണ്ടെത്താതെ ആരെങ്കിലും നമ്മളെ ശ്രവിക്കാനായിട്ട് കടന്നു വരുന്നെങ്കിൽ അങ്ങനെയുള്ള സഹോദരങ്ങളൊക്കെ തെറ്റായ വഴിയിലൂടെ, വിശാലമായ വഴിയിലൂടെ പോയി അങ്ങ് നാശത്തിൽ ചെന്ന് എത്താൻ ഇടവരരുതല്ലോ എന്നോർത്താണ് നമ്മൾ അങ്ങനെയുള്ള കാര്യമൊക്കെ പറയുന്നത്. ഓക്കെ, അങ്ങനെ ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തൊട്ട് പുറകിൽ ഞാൻ ഇങ്ങനെ ഈ ഇടുക്കമുള്ള വാതിലും, അതായത് വിക്കറ്റ് ഗേറ്റ് ആൻഡ് നാരോ പാത്ത്, ആ വാക്യത്തിൻ്റെ ഉള്ളടക്കവും ആഴം എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിലെ കഷ്ടങ്ങളെക്കുറിച്ചല്ല എന്ന് നമ്മൾ പറഞ്ഞു. അത് നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ആഗ്രഹങ്ങളും മോഹങ്ങളും താല്പര്യങ്ങളും എന്ന വിഷയത്തിൻ്റെ വിശദീകരണമാണ് ആ വാക്യത്തിലൂടെ വരേണ്ടിയത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വരുന്ന എല്ലാ ആഗ്രഹങ്ങളും അത് പരിശോധിക്കണം. പലതും ജഡാഭിലാഷങ്ങളായിരിക്കും. അങ്ങനെ ജഡാഭിലാഷങ്ങളെ താലോലിച്ചിട്ട് അത് ദൈവത്തിൽ നിന്നാണെന്നാ തോന്നുന്നതെന്നൊക്കെ പറഞ്ഞാൽ ദുരന്തമായി പോവും. അല്ലെങ്കിൽ ഹൃദയത്തിൽ വരുന്ന ആഗ്രഹങ്ങളെല്ലാം ഒരു 41 ദിവസം ഉപവാസമായിട്ടങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കി പിന്നെ പറയണ്ടല്ലോ. മരുഭൂമി പട്ടുപോയവരെയാണ് കാണിച്ചു തരാനുള്ളത്. ഒരു സൈഡിൽ നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്, ഈ യാത്രയിൽ നിങ്ങൾ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ അതിന് ആഴമുണ്ട്, വളരെ ഗൗരവമുണ്ട്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവരാജ്യത്തിൽ നിൽക്കുന്ന ഒരുവൻ അവൻ്റെ ആരംഭമേ കുറിക്കപ്പെട്ടിട്ടുള്ളൂ. ക്രിസ്തീയ ജീവിതത്തിലെ ശൈശവാവസ്ഥയിലാണ് ഈ പറഞ്ഞ 3 കാര്യവും. മുൻപോട്ടുള്ള പ്രയാണം ആരംഭിക്കാനുള്ള അതിനുള്ള ഫ്യൂവലാണ് ഈ കാര്യങ്ങളൊക്കെ. മുൻപോട്ട് യാത്ര ഇനി ആരംഭിക്കണം. ആ യാത്രയിലാണ് പറയുന്നത്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. നാം വന്നിരിക്കുന്ന ദൈവരാജ്യത്തിന് ചില തത്വങ്ങളുണ്ട്. ആ തത്വങ്ങൾക്ക് അനുസരിച്ചല്ലാതെ മുൻപോട്ട് പോകാൻ പാടില്ല. അപ്പോൾ വന്നിരിക്കുന്ന ദൈവരാജ്യത്തിൽ അവിടുത്തെ പ്രസംഗങ്ങൾക്ക് വ്യക്തമായ ഒരു ചട്ടക്കൂടുണ്ടായിരിക്കും. അതുപോലെ അവിടെ പ്രാർത്ഥനയ്ക്കൊരു ചട്ടക്കൂടുണ്ട്, പാട്ടിനൊരു ചട്ടക്കൂടുണ്ട്. അങ്ങനെ എല്ലാ കാര്യത്തിനും, ആരാധനയ്ക്കും എന്ന് വേണ്ട ഒരു കുത്തഴിഞ്ഞ പുസ്തകമല്ലിത്. കുത്തഴിഞ്ഞ പുസ്തകമല്ല. അപ്പോൾ ആളുകൾ ചോദിക്കും, അയ്യോ നിങ്ങൾ എന്തുമാത്രം ഗ്രൂപ്പുകളാണ്, 900 ഉണ്ടല്ലോ എന്നാണ് പറയുന്നത്. അതെന്നാ 900 ആണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അതെങ്ങനെ കണക്ക് കൂട്ടിയെടുക്കുമെന്നും പിടിയില്ല. 900 അല്ലെങ്കിൽ പരുന്ത് 900 ആയിക്കോട്ടെ, കാക്കയേക്കാൾ ഇച്ചിരിയുടെ വലുതാണ്. അത്രയും 900 ഉണ്ടെന്ന് പറഞ്ഞാലും വിരോധമില്ല. വാസ്തവമായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയിൽ നിൽക്കുന്നവരെയെല്ലാം നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഒരു ചരടിൽ കെട്ടി കോർത്തിരിക്കുന്നത് പോലെയാണ് അങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ചോദിക്കും, നിങ്ങളുടെ ഇടയിൽ ഈ ആളുകളൊക്കെ തമ്മിൽ വ്യത്യസ്ത ചിന്തകളും യെസ്, ആത്മാവിൽ കടന്നു വരുമ്പോൾ എല്ലാവരും ഒരേ ചിന്തയിലും ഒരേ ഭാവത്തിലുമായിരിക്കും. അതേസമയം ജഡത്തിൽ വസിക്കുന്ന സമയത്ത് തങ്ങളുടെ ഉള്ളിൽ പലവിധമായ ചിന്തകളും താല്പര്യങ്ങളും ഒക്കെ കാണും. അതാണ് ഒരുത്തൻ തെക്കോട്ട് പോകുമ്പോൾ ഒരുത്തൻ വടക്കോട്ട് പോകുന്നത്, ഒരുത്തൻ ചിലപ്പോൾ കിഴക്കോട്ടും പോയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നതിൻ്റെ പിന്നിലുള്ള കാരണം അതാണ്. അതേസമയം നമ്മുടെ ഇടയിൽ ധാരാളമായി പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ നിന്നും വേറെ ചില പുസ്തകങ്ങളിൽ നിന്നുമൊക്കെ 4 ജീവികളെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. വെളിപ്പാട് പുസ്തകത്തിലുണ്ട് 4 ജീവികൾ. 4 ജീവികൾക്കും 4 വിധമായ മുഖഭാവങ്ങളാണ് നമ്മൾ കാണുന്നത്. അതായത് ഒരു സൈഡിൽ കഴുകുമുഖം, ഒരു സൈഡിൽ കാളമുഖം, മറ്റൊരു സൈഡിൽ മനുഷ്യമുഖം, പിന്നെ ഒന്ന് സിംഹമുഖം. ഇങ്ങനെ 4 വിധത്തിലുള്ള മുഖങ്ങളാണ്. അവയ്ക്കെല്ലാം ഒരേ ഭാഷ തന്നെയാണ്. അതിൻ്റെ സഞ്ചാരം, അതിനെക്കുറിച്ചൊക്കെ എസെക്കിയേലിൻ്റെ പുസ്തകത്തിലുണ്ട്. മുന്നമേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യം നമ്മൾ പറയുമ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാരെ, രണ്ടാമത് ദൈവമക്കളെ ഒക്കെ കാണിക്കാൻ നമ്മൾ ഈ വിഷയം എടുക്കും. അതായത് അവർക്ക് ഒരേ ചിന്തയും ഒരേ ഭാഷയും ഒരേ ഭാവമൊക്കെയാണ്. അങ്ങനെ ഒരു ദിവസം കൊണ്ട് വരുന്നതല്ലത്. അത് പണിയപ്പെട്ട് ഒരുക്കപ്പെട്ട് നമ്മൾ ആ ഒരു തലത്തിലേക്ക് വരികയാണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഒരു ആത്മീയമായ ഔന്നത്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട്. അതാ പറഞ്ഞത്, മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകത്തിൽ നിന്ന് ഒരു സഭായോഗത്തിൽ 4 പാട്ട് പാടി അതിൻ്റെ പുറകിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതല്ല ഈ ആത്മസ്നാനം പ്രാപിച്ചവരുടെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് അവൻ വെളിപ്പാടുകളിൽ സഞ്ചരിക്കേണ്ടവനാണ്.
ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാടുകൾ, ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിലൊരു വാക്യം നമുക്കറിയാം. അതായത് പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല, പിതാവല്ലാതെ ആരും പുത്രനെ അറിയില്ല. പിതാവ് വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവൻ മാത്രമേ പുത്രനെ അറിയൂ. മറിച്ച് അത് പൂർത്തീകരിക്കുന്നത് ഇങ്ങനെയാണ്: പുത്രനല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല, പുത്രനല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവനല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. സുവിശേഷങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ പറയുകയാണ് സൽഗുണപൂർണനായ ഒരു പിതാവിനെക്കുറിച്ച്. ആ സ്വർഗീയ പിതാവിൻ്റെ സൽഗുണപൂർണതയിലേക്കുള്ളൊരു സഞ്ചാരമാണ് ഈ ദൈവരാജ്യത്തിലെ സഞ്ചാരം അഥവാ പ്രയാണം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കേണ്ടവരാണ്. അതുകൊണ്ടാണ് തിമത്തിയോസിനോട് പറഞ്ഞത് നിത്യജീവനെ മുറുകെ പിടിക്കുക എന്നങ്ങ് മുകളിൽ പറഞ്ഞു. എന്നിട്ട് അങ്ങ് താഴെ പറയുകയാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. അല്ലല്ലോ, ഉന്മാനം ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക തിമത്തിയോസെ. തിമത്തിയോസിന് ലേഖനം എഴുതി കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ലേഖനം കൂടി എഴുതുന്നുണ്ട്. അതാണ് എബ്രായ ലേഖനം. പൗലോസ് എഴുതുന്നുണ്ട്. ആ ലേഖനത്തിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ. അപ്പോൾ അതും തിമത്തിയോസ് വായിച്ച് കാണും പിന്നീട്. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ആഴ്ച നമുക്ക് ആരെങ്കിലുമൊക്കെ ഒന്ന് ക്രൂശിക്കണമായിരുന്നു. കഴിഞ്ഞ ആഴ്ച, ഈ ആഴ്ചയാണ് കത്തോലിക്കരൊക്കെ ആളുകളെ ക്രൂശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ നോക്കിയപ്പോൾ ഇതിന് പറ്റിയ ആളുകളെ കിട്ടണം. അപ്പം നമ്മുടെ സഹോദരി ലീസ നേരത്തെ കാലത്തെ പറഞ്ഞിട്ടുണ്ട്, അയ്യോ എനിക്ക് ക്രൂശേ കയറാൻ കൊതിയാകാണ്, ക്രൂശ് എടുക്കാനൊക്കെ വലിയ താല്പര്യമാണെന്നൊക്കെ. അപ്പോൾ പലരും ഇങ്ങനെ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ. നറുക്ക് നമ്മൾ എടുത്ത് നോക്കിയപ്പോൾ സഹോദരി ലിസയ്ക്കാണ് കിട്ടിയത്. ഒത്തിരി പേര് ഇടിച്ചിടിച്ച് നിൽക്കുകയായിരുന്നു. സഹോദരിമാരെല്ലാം എന്നെ ഒന്ന് ക്രൂശേ കയറ്റൂ, എന്നെ ആ തേജസ്സിലേക്കൊന്ന് നടത്തൂ, ഈ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ എൻ്റെ തലമേലിടൂ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് ഇടിച്ചു നിന്നു. ഞാൻ പറയുന്നു അത് ഇനി അവസരം തരാം നിങ്ങൾക്ക്. ഇപ്പോൾ ഒരാൾക്കൊരവസരം കൊടുത്തതാണ്, നമുക്ക് നമ്മുടെ ഹോസ്റ്റല്ലേ, അപ്പോൾ ഒരവസരം കൊടുത്തതാണ്. അങ്ങനെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഹോസ്റ്റിനെ 3 ആണിമേൽ തൂക്കി. അതായത് നമ്മൾ ഈ തിമത്തിയോസിൻ്റെ ലേഖനത്തിൽ നിന്ന് പറഞ്ഞപ്പോഴാണ് ഈ കാര്യം പറഞ്ഞത്. അങ്ങ് അമേരിക്കയിലെ മേരിലാൻഡിൽ അത്യാവശ്യം നീണ്ടു നിവർന്ന് കിടക്കാൻ പാകത്തിന് വലിയ ബംഗ്ലാവും സംവിധാനങ്ങളും ഒക്കെയുണ്ട്. അതിനിടയ്ക്ക് അവിടെ ഇടയ്ക്കെങ്ങാണ്ട് ഒരു മഞ്ഞ് പെയ്തെന്നും പറഞ്ഞപ്പോൾ പെട്ടെന്ന് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് വേണം എനിക്കെന്ന് പറഞ്ഞ് ഫ്ലോറിഡയിൽ പോയിട്ടൊരു വില്ല മേടിക്കാൻ. അത് 1 2 അല്ല, 75 കോടിക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ വേറെ ഒരു കാരണവും കൂടെ ഉണ്ടായിരുന്നു, ഒരു ചെറിയ കാരണം. BMW ടയറിൽ വന്ന് നായി വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. ഒരു ദൈവവൈതലിൻ്റെ BMW വന്നിട്ടാണോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടത്? നായ്ക്കൊരു ബോധമില്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റില്ല. നമ്മൾ ഫ്ലോറിഡയിൽ വില്ല മേടിക്കാൻ പോകും. ഇങ്ങനെയൊക്കെ ഞാനങ്ങ് പറഞ്ഞു പോയി. ശരിക്കും ഇത് എവിടെയോ സംഭവിച്ചതാ. അത് ഞാൻ കൊണ്ടുവന്ന് ഇവിടെ ക്രൂശ കയറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കേട്ടപ്പോൾ പല ആൾക്കാർക്കും ഞങ്ങളുടെ കാര്യമാണോ എന്ന്. അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കല്ലേ. ഞാനിന്ന് നിങ്ങളെ വന്ദനം ചെയ്ത് തുടങ്ങിയത് എങ്ങനെയാണെന്നറിയാവോ? യഹോവയുടെ വചനത്തെങ്കിൽ ഉറയ്ക്കുന്നവരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ജീവനുള്ള ദൈവത്തിൻ്റെ ദാസൻ ദൈവവചനത്തിൽ നിന്നും ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന ബോധ്യങ്ങളിൽ നിന്നും കാര്യങ്ങളെ പ്രസ്താവിക്കുമ്പോൾ നമ്മുടെ കാതുകളിൽ വന്നത് അലയ്ക്കുകയാണെങ്കിൽ, അത് അകത്ത് തട്ടുകയാണെങ്കിൽ, അതിന് പ്രത്യേകിച്ച് വേറെ കഥയൊന്നും അന്വേഷിച്ച് പോകണ്ട. അത് നമ്മളങ്ങ് ഏറ്റെടുത്തേക്കുക. നമ്മുടെ കാര്യത്തിൽ നമുക്കത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞത് വേറെ എവിടത്തെങ്കിലും കാര്യമായിരിക്കും, പക്ഷേ ചില പ്രിയപ്പെട്ടവർ കേട്ടിട്ട് പറയുകയാണ് അത് ഞങ്ങളുടെ കാര്യമായിരിക്കും എന്ന്. ഇതിനു മുമ്പൊക്കെ നമ്മളിങ്ങനെ ഇവിടെ പറഞ്ഞ് വലിയ പുലിവാലുകൾ പിടിച്ചിട്ടുണ്ട്, വലിയ പുലിവാലുകൾ. പക്ഷെ ഞാൻ പിന്നെയും പുലിവാല് പിടിക്കും. പറയുന്ന കാര്യത്തിലൊന്നും ഒരു കുറവും വരുത്താറില്ല. ഇതിനു മുമ്പ് ഇങ്ങനെ പ്രസംഗിച്ച കൂട്ടത്തിൽ പറഞ്ഞു, അതായത് ഇല്ലാത്ത കാശ് കൊടുത്ത് വില കൂടിയ കാറ് മേടിച്ച് യൂറോപ്പിലൂടെ സഞ്ചരിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അതങ്ങനെ ഒരിക്കൽ പറഞ്ഞു ചില നാളുകൾക്ക് മുമ്പ്. തങ്ങളെ കൊണ്ട് കൂടുന്ന ആ സാഹചര്യം വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അതല്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചാടിക്കേറി ഓടിക്കേറി ഇല്ലാത്ത കാശൊക്കെ തട്ടിക്കൂട്ടി ഇല്ലാത്ത ലോണൊക്കെ കൂട്ടി അങ്ങനെ മേടിച്ചു കഴിഞ്ഞാൽ അപകടങ്ങളിൽ പോകുമെന്ന് പറഞ്ഞതാണ്. പക്ഷെ ഒരു സഹോദരൻ ആ ആഴ്ചയിൽ ഒരു കാറ് മേടിച്ചിട്ടിരിക്കുകയായിരുന്നു. പുള്ളി നമ്മുടെ മീറ്റിങ്ങിൽ ഫിസിക്കലായിട്ട് വന്നിട്ട് പോലുമില്ല. യൂട്യൂബിൽ കേട്ടിട്ട് പുള്ളി കോപിച്ചു. പുള്ളി എന്നോട് പിന്നീട് അതിനെക്കുറിച്ച് പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു കാറ് മേടിച്ചതിന് വലിയ വില കൂടിയ കാറാ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഓൾട്ടോയൊന്നുമല്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഇതിന് മാത്രം കുത്തി പ്രസംഗിക്കേണ്ട കാര്യമുണ്ടോയെന്ന്. ഇദ്ദേഹം അങ്ങനെ ഒരു കാറ് മേടിച്ച കാര്യം ഞാൻ അറിഞ്ഞില്ല. ഞാൻ വേറെ ഒരു പഞ്ചായത്തിലെ കാര്യമാണ് പറഞ്ഞത്. അദ്ദേഹം വസിക്കുന്ന ദേശത്തെ കാര്യമോ അദ്ദേഹത്തിൻ്റെ കാര്യമല്ല. അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്, ഓഹോ ഇങ്ങനെ പുതിയ കാറ് മേടിച്ചിട്ടുണ്ടല്ലേ.
അതിൻ്റെ കാരണം എനിക്ക് ഇരിക്കുമ്പോൾ അതിൻ്റെ സീറ്റൊക്കെ ഇങ്ങനെ ആയിരിക്കണം, എനിക്ക് ചില സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ മേടിച്ചതാണ്, അതിന് എന്നെ ഇങ്ങനെ പറയാൻ കൊള്ളാവുമെന്നൊക്കെ. ഞാൻ അദ്ദേഹം കാറ് മേടിച്ച കാര്യം പോലും അറിഞ്ഞില്ല. എന്തായാലും ആൾ പിണങ്ങി. വെരി ഗുഡ്. പിണങ്ങിയതുകൊണ്ട് എനിക്ക് ഭയങ്കര നഷ്ടമുണ്ടായി. നഷ്ടം എനിക്കാണോ പുള്ളിക്കാണോ ഉണ്ടാകുന്നത്? പിന്നീടുള്ള കാര്യങ്ങളൊന്നും പുള്ളി ശ്രദ്ധിക്കുന്നില്ല, കേൾക്കുന്നില്ല. പുള്ളിയുടെ കാറിനെക്കുറിച്ച്, ഞാൻ അദ്ദേഹത്തിൻ്റെ കാറിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. പിന്നെ വേറെ എന്തോ ഇങ്ങനെ പറഞ്ഞപ്പോൾ പെന്തിക്കോസുകാർ അവരുടെ പിള്ളേരെ ബ്രദറുകാർക്ക് കെട്ടിച്ചു കൊടുക്കരുന്നോ അങ്ങനെ ഏതാണ്ട് പറഞ്ഞു. അതിൻ്റെ പേരിൽ കുറേ ആൾക്കാർ കുടയും വടിയും കുടയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയി. നഷ്ടം അവർക്ക് തന്നെ, എനിക്കൊരു നഷ്ടമില്ല. ഇങ്ങനെ ഓരോരുത്തർ കാര്യങ്ങൾ. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? നിങ്ങളുടെ ആരുടെയും കാര്യം ആകണമെന്നില്ല പറയുന്നത്. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ കൃത്യമായി ക്രമീകരിച്ചോളണം. കാരണം നിരന്തരമായി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഭൂമിയിൽ എങ്ങനെയായിരിക്കണം ഒരു ദൈവ പൈതലെന്ന്. അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വളരെ കൃത്യമായും വൃത്തിയായും ഒക്കെ ജീവിക്കണം. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ വിശ്വസ്തരായിരിക്കണം, അധ്വാനശീലരായിരിക്കണം. പിന്നെ കിട്ടുന്ന ചില്ലറയൊക്കെ കൊണ്ടുപോയി ശരി ഇന്ന് വൈകിട്ട് ഈ ഹോട്ടലിൽ പോയി പൊടിച്ചേക്കാം, നാളെ വേറൊരു ഹോട്ടലിൽ പോയി പൊടിച്ചേക്കാം, അങ്ങനെ കിട്ടുന്ന എല്ലാം കത്തിച്ച് കളയണമെന്നല്ല നമ്മൾ പറയുന്നത്. നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായിരിക്കണം, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതുന്നവരായിരിക്കണം. അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഈ പറയുന്നതിൻ്റെയൊക്കെ ആഴമെന്ന് പറയുന്നത്, നിങ്ങളുടെ മനസ്സ് സാത്താന് വിട്ടുകൊടുക്കരുത്, അവൻ അതിനകത്ത് പണിയാൻ ഇട കൊടുക്കരുത്. പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന ഒരു ദേഹിയുടെ ഉടമകളായിരിക്കണം നിങ്ങൾ. അതിനകത്ത് സാത്താന് ഒരു അവകാശവുമില്ല, ഒരു ഇടപാടുമില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കണം. അപ്പോൾ ഉള്ളിൽ വരുന്നതായ സകല ചിന്തകളെയും എപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കണം. അത് പരിശുദ്ധാത്മാവിലാണോ, എൻ്റെ വീണ്ടെടുപ്പുകാരനായവൻ അത് ഇഷ്ടമാണോ, താല്പര്യമാണോ എന്നൊക്കെയുള്ള കാര്യം എപ്പോഴും ആരാഞ്ഞു നോക്കിക്കൊണ്ടിരിക്കണം. എപ്പോഴും അത് പരിശോധിച്ചുകൊണ്ടിരിക്കണം. അല്ലാതെ നമ്മൾ കുഴി ചാടരുത്. സൗരങ്ങൾ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു 2-3 ആഴ്ച ഇങ്ങനെ പറയാനായിട്ട് പെൻഡിങ് വെച്ചൊരു കാര്യമാണ്. ഈ കാര്യത്തോടൊക്കെ കണക്ട് ചെയ്ത് പറയാം. അതായത് ഞാൻ ഇങ്ങനെ ഈ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അവസ്ഥ പറഞ്ഞു, ലളിത ജീവിതമൊക്കെ ആയിരിക്കണം, ഇതൊക്കെ ഞാൻ പറഞ്ഞു. ലോകത്തിൻ്റെ പല കോണുകളിലായിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെയൊക്കെ പല സമയങ്ങളിലും ആളുകൾ അറ്റാക്ക് ചെയ്യാറുണ്ട്. അവർ സത്യവചനത്തിന് വേണ്ടി നിൽക്കുന്നവരാ. അവർ സത്യം പറയുമ്പോൾ ഈ ഭൂമിയിലെ വാസത്തെക്കുറിച്ചും വരാൻ പോകുന്ന പുതിയ ഭൂമിയിലെ ജീവിതത്തെക്കുറിച്ചൊക്കെ അവർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയോ നേരിട്ടോ ഏതെങ്കിലും വിധത്തിലൊക്കെ തങ്ങളുടെ ചിന്തകൾ പ്രകടിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ തങ്ങളുടെ ബോധ്യങ്ങളെ പ്രകടിപ്പിക്കുമ്പോൾ ഉടനെ ആളുകൾ എടുത്തടിച്ചവണ്ണം ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ വലിയ വർത്തമാനമൊന്നും പറയണ്ട, നിങ്ങൾ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ അമേരിക്കയിൽ കിടക്കുന്നത്, നിങ്ങൾ ഗൾഫിൽ പോയിരിക്കുന്നവന് എന്തിനാ? വലിയ വർത്തമാനം പറയാതെ എങ്ങനെയാണ് നാട്ടിലേക്ക് തിരിച്ചു വരാൻ? അശേഷ സെൻസ് ഇല്ലാത്ത ആൾക്കാരാണ് ആ സംസാരിക്കുന്നതെന്ന് ഞാൻ അടിവരയിട്ട് പറയട്ടെ. ധാരാളം ആളുകൾ പണസമ്പാദനത്തിന് വേണ്ടി സുഖജീവിതത്തിന് വേണ്ടിയും വിദേശങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അത് ദൈവമക്കൾ തന്നെ, ഞാൻ ഔട്ട്സൈഡേഴ്സിൻ്റെ കാര്യമല്ല പറയുന്നത്. ദൈവമക്കൾ അങ്ങനെയൊക്കെ പോയവരുണ്ട്. ഒരു വിസ കിട്ടുമ്പോൾ അത് വലിയ ദൈവപ്രവൃത്തിയായി കർത്താവ് മാനിച്ചു, ഉയർത്താൻ ആരംഭിച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ മീറ്റിങ്ങിൽ ഒരുമിച്ച് കൂടിയപ്പോൾ നമ്മുടെ കൂടെ ഒരു സഹോദരൻ കുറേ മാസങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ വിസ അടിക്കുന്നില്ലായിരുന്നു. മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം എനിക്കൊരു മെസ്സേജ് അയച്ചത്, വിസ അടിച്ചിരിക്കുന്നു, ഓക്കെ ആയിരിക്കുന്നു, അടുത്ത ദിവസം കയറണം. ഓക്കെ, വെരി ഗുഡ്, ദൈവഹിതം അതാണെങ്കിൽ അങ്ങനെ ആട്ടെ. അതിനകത്ത് പ്രത്യേകിച്ചൊന്നും രോമമൊന്നും എനിക്ക് എഴുന്നേറ്റ് വന്നില്ല. വിസ അടിച്ചതിൻ്റെ പേരിൽ വിസ അടിക്കും, അടിക്കാതിരിക്കും. വിസ അടിക്കാത്തവരൊക്കെ, ഞങ്ങളൊക്കെ വിസ അടിക്കാത്തവരല്ലേ, ഞങ്ങളൊക്കെ ഈ ഭൂപരപ്പിൽ ജീവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിനും അങ്ങനെ അതൊരു വലിയ സംഭവമായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് എനിക്ക് അത് കാര്യങ്ങൾ അയച്ചു തന്നതാണ്. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ മാത്രം. അല്ലാതെ അതിൻ്റെ പേരിൽ ഓ മൈ ഗോഡ് ഗ്ലോറി ഹല്ലേലൂയ അങ്ങനെയൊന്നും പറയാനില്ല. അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു ദൈവത്തിൻ്റെ പദ്ധതിയാണത്. ആ ദേശത്ത് അദ്ദേഹം ആയിരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ തുറന്നു പറയട്ടെ, നിങ്ങളെ ഓരോരുത്തരെയും സ്വർഗത്തിലെ ദൈവം ലോകത്തിലെ പല കോണുകളിലും ആക്കിയിട്ടുണ്ട്. പല രാജ്യങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തെ തന്നെ പല പട്ടണങ്ങളിലും ആക്കിയിട്ടുണ്ട്. അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടിയാണ്, നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ഓൾറെഡി അനുഗ്രഹിക്കപ്പെട്ടു. ഇതാണ് നമ്മുടെ പോളിസി. മനസ്സിലാക്കണം. ഈ ആഴമേറിയ വെളിപ്പാടിലേക്ക് വരണം. നിങ്ങളങ്ങനെ വന്നവരാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ചെറിയ ഒരു കൂട്ടമാണ് നമ്മൾ. ഈ മനുഷ്യരെല്ലാം അങ്ങനെ ബോധ്യമുള്ളവരാണ്. ക്രിസ്തുവിനെ എന്ന് രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചോ, അഥവാ മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു ഈ ബലഹീനനായ മനുഷ്യൻ്റെ ഉള്ളിൽ
ഈ മൺകൂടാരത്തിൽ വന്ന് വാസം ചെയ്യാൻ ആരംഭിച്ചപ്പോൾ തന്നെ ഞാൻ മാനിക്കപ്പെട്ടിരിക്കുകയാണ്, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. അനുഗ്രഹത്തിൻ്റെ അച്ചാരം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്തോന്ന് അച്ചാരമാ? അമേരിക്കൻ വിസയാണോ അനുഗ്രഹത്തിൻ്റെ അഡ്വാൻസ്? അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം, നിങ്ങൾ പഠിച്ചവരാണ്, മികവുള്ളവരാണ്, ഒരു തർക്കമില്ല. ഞങ്ങളങ്ങനെ പറയും, നിങ്ങൾ കഴിവുള്ളവരാണ്, പഠിച്ചവരാണ്, മികവുള്ളവരാണ്, അതിൻ്റെ പേര് നിങ്ങൾക്ക് വിസയോ ജോലിയോ കാര്യങ്ങളോ ഒക്കെ വിദേശത്തോടെ കിട്ടിയത് ഞങ്ങൾ പറയും. പക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കരുത്, നിങ്ങളങ്ങനെ ചിന്തിക്കരുത്. ഞങ്ങൾക്ക് അങ്ങനെ പറയാതെ ഒക്കില്ല. ഞങ്ങൾ മറ്റുള്ളവരോട് അങ്ങനെ പറയും. നിങ്ങളന്നേരം എന്താ ചിന്തിക്കേണ്ടത്? ഞങ്ങളുടെ കഴിവോ? എന്ത് കഴിവ്? ഞാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പറയാ, എന്ത് കഴിവാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾക്ക് എന്ത് മികവുണ്ടെന്നാണ് ഈ പറയുന്നത്? ദൈവത്തിൻ്റെ മഹാകൃപയാൽ ദൈവം നിങ്ങളെ ഓരോരോ സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്യുന്നു. അത്രേ ഓർത്താൽ മതി. ആരോഗ്യത്തിന് നല്ലതാ. പക്ഷെ ഞങ്ങൾ പറയുമ്പോൾ അങ്ങനെയല്ല കേട്ടോ. നിങ്ങൾ വളരെ മിടുക്കരാണെന്നും സമർത്ഥരാണെന്നും ബഹുകേമരാണെന്നൊക്കെയാണ് ഞങ്ങൾ മറ്റുള്ളവരോട് പറയുള്ളൂ. നിങ്ങൾ ഓരോരുത്തരും ഓർത്തോണം, ദൈവം നിങ്ങളെ നടത്തുന്നതാണ്. അവിടെ ആയിരിക്കുമ്പോൾ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതിയുണ്ട്. നമ്മുടെ ആഴമേറിയൊരു പഠന വിഷയം മുമ്പിലുണ്ട്. എനിക്ക് പല കാര്യങ്ങളും പറയാനുണ്ട്, അതെല്ലാം എടുത്തിടാനും പറ്റില്ല. എന്നാൽ ഇത് പറഞ്ഞു വന്നപ്പോൾ ഒരു ചെറിയ സൂചന, അതായത് വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ പഴയ നിയമം മുതൽ കാണുകയാണ്. പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ സമാഗമന കൂടാരം മുൻപിൽ വരുന്നു. ആ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽ തുറന്നാൽ കാണുന്നത് ഒരു യാഗപീഠമാണ്, താമ്ര യാഗപീഠം എന്ന് പറയും. പിന്നീട് നമ്മൾ കാണുന്ന യെരുശലേമിലെ ദൈവാലയമാണ്. ആ ദൈവാലയത്തിൻ്റെ പ്രാകാരത്തിൽ ഒരു താമ്ര യാഗപീഠം കാണുന്നുണ്ട്. അങ്ങനെ ഒരു യാഗപീഠം ഇസ്രായേലിന് രണ്ടാമതൊന്നില്ല, ഒരേ ഒരു യാഗപീഠം. ആ താമ്ര യാഗപീഠത്തിലൂടെ അല്ലാതെ ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പ് നടക്കില്ല. അത് രണ്ടും കഴിഞ്ഞിട്ട് മൂന്നാമതൊരു യാഗപീഠം നമ്മൾ കാണുകയാണ്, കാൽവറിയിലെ ബലിപീഠം. മൂന്നാമതൊരു യാഗപീഠം. ആ കാൽവറിയിലെ ബലിപീഠം മുഴുവൻ വീണ്ടെടുപ്പിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ദൈവസഭ ആരംഭിച്ചതിന് ശേഷം നോക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ആഴം മനസ്സിലാക്കുക. സമാഗമന കൂടാരത്തിൻ്റെ ആ ഒരു പഠനം നമ്മൾ പലപ്പോഴും ശ്രവിച്ചിട്ടുള്ള ആളുകളാണ്. ഒത്തിരി ആൾക്കാർ ആറ്റം ബോംബ് എറിഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് നമ്മുടെ പഠനങ്ങളും ചിന്തകളിലേക്കും. സാരമില്ല, അറിവില്ലാത്ത ആൾക്കാർ എന്തെങ്കിലും പറയട്ടെ. അപ്പോൾ ആ ചിന്തയിൽ ഈ കൂടാരം മുൻപോട്ട് പ്രയാണം ചെയ്തു പോകുമ്പോൾ യാഗപീഠം അവരോട് കൂടെയുണ്ട്. അവർ പാളയം അടിക്കുമ്പോൾ യാഗപീഠം അവിടെ വയ്ക്കും. അവരുടെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിലെ യാഗപീഠമാണ്. അതിലാണ് നിരന്തര ഹോമയാഗം നടക്കേണ്ടത്. അതങ്ങനെ പറഞ്ഞു വന്നിട്ടാണ് നമ്മൾ പറഞ്ഞത് കർത്താവിൻ്റെ ബലിപീഠം, അതായത് ക്രിസ്തു ക്രൂശിക്കപ്പെട്ട ബലിപീഠം. അത് കഴിഞ്ഞിട്ട് സഭ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ കൂടിയിരുന്ന 120 പേരും ദൈവത്തിൻ്റെ മന്ദിരമായി തീർന്നു, അഥവാ കൂടാരമായി തീർന്നു. പിന്നീട് വന്നവരെല്ലാം കൂടാരങ്ങളായി തീരുകയാണ്. ആ കൂടാരങ്ങളിലെല്ലാം സമാഗമന കൂടാരത്തിൽ എന്തെല്ലാം ഉപകരണങ്ങളുണ്ടോ അതെല്ലാം ഈ കൂടാരത്തിലും വേണം, നിർബന്ധമായും. അങ്ങനെയെങ്കിൽ ആ കൂടാരത്തിൽ ബലിപീഠം ഉണ്ടായിരുന്നെങ്കിൽ ഈ കൂടാരത്തിലും അത് നിർബന്ധമാണ്. അതാണ് പൗലോസ് പറയുന്നത്, അത് തന്നെയാണ് പത്രോസും പറയുന്നത്. ഞങ്ങൾ ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അതായത് ഈ കാണുന്ന കൂടാരത്തിൽ, ദൈവത്തിൻ്റെ മന്ദിരത്തിൽ ബലിപീഠമുണ്ട്, അഥവാ ക്രൂശിതനായ ക്രിസ്തു ഇതിനകത്ത് വാസം ചെയ്യുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ഇതിലുണ്ട്. ക്രൂശിൻ്റെ ഉപദേശങ്ങൾ ഇതിനകത്തുണ്ട്. വീണ്ടെടുപ്പിന് പര്യാപ്തമായ വചനങ്ങളും ഉപദേശങ്ങളും ഇതിനകത്തുണ്ട്. നമ്മെ ഓരോരോ സ്ഥലങ്ങളിലാക്കിയിരിക്കുന്നത്, നിങ്ങളെ ബോംബെയിലാക്കിയിരിക്കും, ഒരുപക്ഷെ നിങ്ങൾ ഗുജറാത്തിലായിരിക്കും, നിങ്ങൾ കൽക്കട്ടയിലായിരിക്കും, നിങ്ങൾ ആഫ്രിക്കയിലായിരിക്കും, നിങ്ങൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ആയിരിക്കും, നിങ്ങൾ എവിടെയെങ്കിലും ആയിരിക്കും. അവിടെയെല്ലാം ദൈവം നിങ്ങളെ അയച്ചിരിക്കുന്ന ഒരു മൊബൈൽ ടെമ്പിൾ എന്ന നിലയിലാണ്. നമ്മുടെ നഴ്സുമാരും സഹോദരിമാരും കേൾക്കുമ്പോൾ ഞെട്ടിപ്പോയി, എൻ്റെ കർത്താവ്, ഞങ്ങൾ കട്ടപ്പെട്ട് പഠിച്ചിട്ട് IELTS ഒക്കെ എഴുതിയത് മൊബൈൽ ടെമ്പിൾ ആകാനാണോ? ഞങ്ങൾ യൂറോപ്പിലൊക്കെ പോയി വലിയ വലിയ ശമ്പളം മേടിച്ചിട്ട് നാട്ടിൽ കൊട്ടാരമൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത്. അതിനിടയ്ക്ക് ഇങ്ങനെ കട്ടിയായതൊക്കെ പറയല്ലേ പാത്രം എന്നാണ് പലരും ചിന്തിക്കുന്നത്. നിങ്ങളെ നഴ്സാക്കിയത് എന്താ, കോടികൾ മേടിച്ചിട്ട് നാട്ടിൽ പുഞ്ചപ്പാടം മേടിക്കാനാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ രക്ഷിക്കപ്പെടേണ്ട കാര്യമില്ലായിരുന്നു. യാക്കോബയിലെ ഓർത്തഡോക്സിലും ഇരുന്നാൽ പോരായിരുന്നോ? അവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചിന്തിക്കുക, ഇഷ്ടമുള്ള പോലെ പ്രവർത്തിക്കുക, ഏത് പുഞ്ചപ്പാടം വേണേലും മേടിക്കാം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പുഞ്ചപ്പാടം മേടിക്കുന്നതിനല്ല പ്രാധാന്യം. ഇവിടെ മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക. ആ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബോധ്യമാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ. അതാണ് തുറന്നു വന്നത്. നാം മൊബൈൽ ടെമ്പിൾസാണ്.
നമ്മിൽ ബലിപീഠമുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഓഫീസിൽ നമ്മെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുകയാണ്. ദൈവം ആഗ്രഹിക്കുന്നിടത്ത് അവിടെയെല്ലാം ദൈവസ്നേഹം പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഇടമായിരിക്കില്ല. ചിലപ്പോൾ നമ്മുടെ സഹോദരിമാരെ കല്യാണം കഴിച്ച ഒരു സ്ഥലത്തേക്ക് പറഞ്ഞു വിടുക. അവിടെ ഇങ്ങനെ ദൈവസ്നേഹം പൂത്തുലഞ്ഞ് നിന്ന് അമ്മായിമ്മ മരുമോളെ കാണുമ്പോൾ രാവിലെ ഒരു ഉമ്മ കൊടുത്തുകൊണ്ടാണ് പ്രഭാതം ആരംഭിക്കുന്നത്. അമ്മായിപ്പൻ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് പ്രൈസ് ലോർഡ് മോളെ. ഭയങ്കര സ്വപ്നങ്ങളാണ്. അതൊന്നും നടക്കാത്ത സ്വപ്നങ്ങളാണ്. ഒരു പക്ഷേ അതിനെല്ലാം വിരുദ്ധമായിരിക്കും. ഒരു പക്ഷേ ഒരു 17-18 നൂറ്റാണ്ടിലെ ആഫ്രിക്കയായിരിക്കും നമ്മുടെ ഈ കെട്ടിക്കൊണ്ടുവന്ന ആ വീട്. ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല. പെന്തിക്കോസുകാരുടെ വീട് അങ്ങനെ ആവുമോ? ചിലപ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് ആഴമേറിയ പദ്ധതി ഉണ്ടെങ്കിൽ അങ്ങനെ 17-ാം നൂറ്റാണ്ടിലോ ചിലത് 18-ാം നൂറ്റാണ്ടിലോ വീടുകളിലൊക്കെ അയക്കും. അതെന്തിനാ അങ്ങനെ അയക്കുന്നത്? ഈ ബലിപീഠമായിട്ടല്ലേ അയക്കുന്നത്. അത് തന്നെയല്ല, അതിനകത്ത് ധൂപപീഠമൊക്കെ ഉണ്ടല്ലോ, സൗരഭ്യം. ഞാൻ തുടർന്ന് പറഞ്ഞു വരുമ്പോൾ ആ സൗരഭ്യം പുറത്തേക്ക് വരുന്നത് പറഞ്ഞു കേൾപ്പിക്കാം. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ നമ്മളെ അയക്കുന്നത് എന്തിനാ? ഞാൻ ചുരുക്കി പറയുക, നമ്മുടെ ഇഷ്ടത്തിനല്ല ദൈവം നമ്മെ ഓരോരോ സ്ഥലങ്ങളിൽ ആക്കി വെച്ചിരിക്കുന്നത്. എൻ്റെ ഇഷ്ടത്തിനല്ല ഞാൻ ബാംഗ്ലൂരിലായിരിക്കുന്നത്. എനിക്ക് ഒരു താല്പര്യമില്ലാത്ത സ്ഥലമാണ് കർണാടക. എനിക്ക് താല്പര്യമുള്ള സ്ഥലം എന്ന് വെച്ചാൽ ഏറ്റവും താല്പര്യമുള്ള സ്ഥലം തമിഴ്നാടാണ്. കാരണം എൻ്റെ ബിസിനസ് ജീവിതത്തിൻ്റെ ആരംഭകാലം മുതൽ ഞാൻ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടതും സ്നേഹിതരും ഒക്കെയുള്ള സ്ഥലം, എനിക്ക് അനർഹളമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ഭാഷയും കാര്യങ്ങളൊക്കെ ആയിരുന്നു തമിഴ് ഭാഷയും അവിടുത്തെ ജനമൊക്കെ ആയിട്ട്. ഞാനൊരു തമിഴ്ക്കാരനാണോ എന്ന് പോലും തമിഴ്ക്കാർ സംശയിച്ചു പോയ സമയങ്ങളുണ്ട്. വാസ്തവമായി പറയൂ, നീ ഒരു തമിഴ്ക്കാരനാണോ മലയാളിയാണോ എന്ന് പോലും ചോദിച്ചു പോയിട്ടുണ്ട്. എന്നുവെച്ചാൽ അതുപോലെ ഞാൻ ഇഴുകിയിട്ടുണ്ട്, അവരിലേക്ക് ഇഴുകിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സ്ഥലത്ത് തന്നെ ആയിരിക്കുമെങ്കിൽ എനിക്ക് കൂടുതൽ ഒരു സന്തോഷം കിട്ടിയേനെ. പക്ഷെ ദൈവം എന്നെക്കുറിച്ച് ചിന്തിച്ച പദ്ധതി വേറൊരു പദ്ധതിയാണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള പോലെ അല്ലല്ലോ കാര്യങ്ങൾ. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മെ വിട്ടുകൊടുക്കുന്നു. ദൈവം നമ്മെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ അവിടെ ചിലപ്പോൾ അതൊരു ഫർണസ് ആയിരിക്കും. ഞാൻ ബാംഗ്ലൂരിൽ വന്ന കാര്യമായി പറയുന്നത്. ഒരുപക്ഷെ ബാംഗ്ലൂർ ഒരു പൂന്തോട്ട നഗരം എന്നായിരിക്കും നിങ്ങൾ കേട്ടിരിക്കുന്നത്. ശരിയാ, പൂന്തോട്ട നഗരം, ഗാർഡൻ സിറ്റി. ഇംഗ്ലീഷിൽ അങ്ങനെയല്ലേ പറയുന്നത്? ആയിരിക്കും. എന്തെങ്കിലും തെറ്റുണ്ടെ തിരുത്തിയേക്കണം കേട്ടോ. ഗാർഡൻ സിറ്റി. ഓക്കെ, ചിലപ്പോൾ നമ്മെ സംബന്ധിച്ച് അത് ഗാർഡൻ സിറ്റി ആയിരിക്കില്ല, ഫർണസ് സിറ്റി ആയിരിക്കും. എനിക്ക് എൻ്റെ ലൈഫിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു ഗാർഡൻ സിറ്റി ആയിട്ടല്ല ഫീൽ ചെയ്യുന്നത്, ഒരു ഫർണസ് സിറ്റി ആയിട്ടാണ്. അപ്പോൾ തന്നെ അതൊരു ഗാർഡൻ സിറ്റി തന്നെയാണ്. ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് അതൊരു ഗാർഡൻ സിറ്റിയാണ്. ഫർണസൊക്കെ ഓക്കെ. അപ്പോൾ നമ്മളെ ഓരോരുത്തരെയും ഓരോരോ സ്ഥലങ്ങളിൽ ആക്കിയിരിക്കുമ്പോൾ ആ സ്ഥലത്ത് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ചിലപ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടായിരിക്കും ദൈവം നമ്മെ ഒരു സ്ഥലത്ത് അയക്കുന്നത്, ഒരു വ്യക്തിക്ക് വേണ്ടി. ഞാൻ ഈ പട്ടണത്തിൽ വന്നിട്ട് ആദ്യമായി ഒത്തിരി പേരെ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിലും അതിൽ ഒരു കുടുംബത്തെ കണ്ടുമുട്ടി. ആ കുടുംബം എവിടെയെങ്ങാനും ഉണ്ടോയെന്ന് നോക്കട്ടെ. സാധ്യത കുറവാണോ? ഇവിടെയെങ്ങും ഇല്ല. പല തിരക്ക് കാണും. കൃത്യാന്തര ബാഹുല്യം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ എപ്പോഴും വരാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു കുടുംബത്തെ കണ്ടെത്തി. എനിക്കത് ഓർമ്മ വരുന്നതുണ്ടല്ലോ, എത്യോപ്യക്കാരൻ ഷണ്ണനെയാണ്. ആ ഷണ്ണനെ നേടാൻ വേണ്ടി വലിയ കൺവെൻഷനിൽ ക്രൂസൈഡിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഫിലിപ്പോസിനോട് ക്രൂസൈഡ് വൈൻഡപ്പ് ചെയ്യാൻ പറഞ്ഞു. ക്രൂസൈഡ് വൈൻഡപ്പ് ചെയ്ത ആളുകളെ ഇളകി നിൽക്കുക. ശമരിയയിൽ ക്രൂസൈഡ് എന്ന് പറഞ്ഞാൽ വലിയ പ്രോഗ്രാം. രോഗികൾ സൗഖ്യമാകുന്നു, പിന്നെ മരിച്ചവർ ഉയർത്തുമെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനം അഭിഷേകം പ്രാപിക്കുന്നു. ശമരിയക്കാർ ആത്മാവിൽ നിറഞ്ഞു. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. അങ്ങനെ അവർ ആത്മീയമായി മുന്നോട്ട് വരികയത്. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തു നിന്നാണ് ഫിലിപ്പോസിനെ പൊക്കിയെടുത്ത് ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് കൊണ്ടുപോകുന്നത്, കേവലം ഒരു ഷണ്ണന് വേണ്ടി. ആ ഷണ്ണൻ എന്ന് പറയുന്നത് എത്യോപ്യ എന്ന് പറയുന്ന മുഴു രാജ്യത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് ഇനി കടന്നു പോകുന്നത്. ആ എത്യോപ്യ രാജ്യത്ത് കർത്താവിൻ്റെ മഹത്വമുള്ള സാക്ഷിയായി നിൽക്കേണ്ടവനാണ് ഈ ഷണ്ണൻ. ആ ഷണ്ണനെ നേടാൻ വേണ്ടി ദൈവം കൊടുത്ത വില കണ്ടോ? അതുപോലെ നമ്മെ ചില സ്ഥലങ്ങളിൽ അയക്കും. അതാ ഞാൻ പറഞ്ഞ ഒരു കുടുംബത്തെ നേടിയ കാര്യം. അവർ പിന്നെ കേട്ടോളൂ. അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു, വിശ്വാസ സ്നാനത്തിലേക്ക് നയിച്ചു. അവരിന്ന് ഭക്തിയിലും വിശുദ്ധിയിലും കർത്താവിനെ സേവിച്ച് അവിടുത്തെ മടങ്ങിവരവിന് വേണ്ടി അവലോടെ നോക്കി പാർക്കുന്നു. അത്ര തന്നെ. അവരുടെ കുടുംബ പശ്ചാത്തലത്തിൽ ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഈ പറഞ്ഞ വിശ്വാസ വഴിയിലില്ല.
എന്നിട്ടും അവരങ്ങനെ നിൽക്കുന്നു. സൗരങ്ങളെ, ഇത് ആഴമേറിയൊരു വിഷയമാണ് ഞാൻ പറയുന്നത്. എനിക്ക് അത്രയും പറയാനായിട്ട് പ്ലാനില്ല. ചില മനുഷ്യരുടെ ചോദ്യത്തിൻ്റെ മറുപടിയാണ് പറയുന്നത്. ചോദ്യത്തിൻ്റെ മറുപടി. നിങ്ങൾ എന്തിനാ അവിടെ പോയി കിടക്കുന്നത്? നിങ്ങൾ എന്തിനാ വിദേശത്തിരിക്കുന്നത്? നിങ്ങൾ ഗൾഫിലിരിക്കേണ്ട കാര്യമുണ്ടോ? എന്നിട്ടാണോ വലിയ കഥ പറയുന്നത്? അതായത് ഇവരെല്ലാം കൂടി കേരളത്തിൽ വന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചാപ്പാട് കൊടുക്കുമോ ഈ വർത്തമാനം പറയുന്ന ആൾക്കാർ? എല്ലാവരും കൂടെ കേരളത്തിലേക്ക് തിരിച്ചു വരിക എന്ന് ഓടിക്കുമോ? അവിടെ മതിയായ റോഡ് പോലും ഇല്ല, പല കാര്യങ്ങളും ഇല്ല. ഈ ആൾക്കാരെല്ലാം വന്നാൽ നടക്കാൻ പോലും പറ്റില്ല റോഡിലൂടെ. പിന്നെ വണ്ടി ഓടിക്കുന്നത് എങ്ങനെ? എത്ര കോടി ജനമാണ് വെളിയിലുള്ളത്? അപ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യർ കൂടുതൽ നല്ല സാഹചര്യങ്ങളും സാമ്പത്തികവും ഒക്കെ ചിന്തിക്കും. അത് മനുഷ്യ സഹജമാണ്. എന്നാലും ഞാൻ ദൈവമക്കളോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. ദൈവമക്കളോടുള്ള ബന്ധത്തിൽ അവർക്ക് കേരളമായാലും ആഫ്രിക്കയായാലും ലാറ്റിൻ അമേരിക്ക ആയാലും യൂറോപ്പാണെങ്കിലും ഏത് ക്ലൈമറ്റ് ആണെങ്കിലും അവർ മേഘത്തിന് കീഴിലാണ്. മനസ്സിലാക്കുക, അവർ മേഘത്തിന് കീഴിലാണ്. അല്ലാതെ വേറെ ഏതെങ്കിലും അറബിയുടെ മേഘത്തിന് കീഴിലല്ലോ, അല്ലെങ്കിൽ സായിപ്പിൻ്റെ മേഘത്തിന് കീഴിലൊന്നുമല്ല. ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവാണ് അവരെ നടത്തുന്നത്. അവർക്ക് എല്ലാ കാലാവസ്ഥയും ഒരുപോലെയാണ്. അവരവരുടെ വീണ്ടെടുപ്പിൽ സന്തോഷിക്കുന്നു. അവരുടെ ഒരുക്കത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. ഞെരങ്ങിക്കൊണ്ട്. അമേരിക്കയിലും അവർ ഞെരങ്ങുകയല്ലേ? മിഡിൽ ഈസ്റ്റിലും അവർ ഞെരങ്ങിക്കൊണ്ടിരിക്കുക. അല്ലെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? അപ്പോൾ ഒരു ജോലി നാട്ടിൽ കിട്ടാനില്ല, ഒരു ബിസിനസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. അങ്ങനെ പലവിധമായ കാരണങ്ങളാൽ പ്രിയപ്പെട്ടവർ ഓരോരോ സ്ഥലങ്ങളിലേക്ക് കടന്നു പോയിരിക്കുകയാണ്. ഓരോരോ സ്ഥലങ്ങളിലേക്ക് അവർ കടന്നുപോയ സ്ഥലങ്ങളിൽ അവർ വചനമനുസരിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്നുണ്ട്. അങ്ങനെ ജീവിക്കുന്നതിൻ്റെ പേരിൽ അവരെ ശ്രദ്ധിക്കുന്ന പലരും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആ ഒരു ഡെപ്ത് ഒന്ന് പറഞ്ഞു കേൾപ്പിക്കൂ എന്ന് പറഞ്ഞ് അവരുടെ അടുക്കൽ വരുന്നുണ്ടല്ലോ. എല്ലാവരുടെ അടുക്കലും വരുന്നില്ലായിരിക്കാം. അങ്ങനെ വരും. അങ്ങനെ വരുന്ന ചരിത്രമുണ്ട്, അങ്ങനെ വന്ന ചരിത്രമുണ്ട്, വരും. അവിടെ നമുക്ക് സാക്ഷിയാകാൻ കഴിയും. ദൈവം നമ്മെക്കുറിച്ച് അങ്ങനെയായിരിക്കും ആഗ്രഹിക്കുന്നത്. നമ്മുടെ സുറിയയിലെ നയമാൻ, സുറിയ നമ്മുടെ അയൽ രാജ്യമാണ്. നമ്മുടെ പെങ്കൊച്ച് സുറിയയിലെ നയമാൻ്റെ വീട്ടിലൊരു ജോലിക്കാരി എന്ന നിലയിൽ നിൽക്കുക. നമ്മളിച്ചിരി കനം കൂടിയ ആൾക്കാരാണ്, ജീവനുള്ള ദൈവത്തിൻ്റെ ജനമാണ്. നമ്മൾ സുറിയയിലെ നയമാൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കണമെന്നൊക്കെ ചോദിച്ചാൽ അവിടെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്നേ. ഈ കൂട്ടരോഗിയായ ഇവനെ പൊക്കിയെടുത്തുകൊണ്ട് വരണം. ദൈവത്തിൻ്റെ ദാസനായ ഏലീശയുടെ മുമ്പിൽ ഇവനെ കൊണ്ടുവരണം. അതിന് ഈ കൊച്ചു പെണ്ണിനെ അങ്ങോട്ട് അയക്കണോ? യെസ്, അത് മതി. അവളുടെ വാക്കുകളിൽ ജീവൻ വ്യാപരിക്കും. അവളുടെ ശബ്ദം നയമാൻ ശ്രവിക്കും. നയമാൻ സമ്മതിച്ചില്ലേ അവൾ പറഞ്ഞ കാര്യം? അവൾ പറഞ്ഞ കാര്യം നയമാൻ ഏറ്റെടുത്തില്ലേ? നയമാൻ ഏലീശയുടെ മുമ്പിൽ വന്നില്ലേ? വന്നിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞെങ്കിലും ഏലീശ പറഞ്ഞു, അധികം ഒന്നും വർത്തമാനം പറയണ്ട, ഞങ്ങൾക്ക് അവിടെ അപാനയും പർപ്പരും ഒക്കെ ഉണ്ടെന്ന്. പിന്നെ ഞങ്ങൾക്ക് ദമേശേക്കിൽ അപാനയും പർപ്പരും ഒക്കെ ഉണ്ടെന്ന്. ഏലീശ എന്നെ നേരത്തെ പറഞ്ഞത്, മിസ്റ്റർ നയമാൻ, നീ ആ യോർദാനിൽ പോയി ഒന്ന് 7 പ്രാവശ്യം മുങ്ങിയിട്ട് വീട്ടിൽ പൊക്കളാൻ പറഞ്ഞു. പുള്ളിക്കത് കേട്ടപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. പുള്ളിക്കൊരു മലയാളിയുടെ സ്വഭാവം, ഒരു മലയാളി പെന്തിക്കോസുകാരൻ്റെ അല്ലെങ്കിൽ ന്യൂജൻ പെന്തിക്കോസിൻ്റെ സ്വഭാവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പുള്ളി ആഗ്രഹിച്ചത് എന്താണെന്നറിയാവോ? ഏലീശ ഒന്നൊരു ആട്ടി യേശുവിൻ്റെ നാമത്തിൽ ഫയർ എന്നൊക്കെ ഒന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു ടച്ച് എന്നൊക്കെ ഒന്ന് പറഞ്ഞ് നയമാനെ ഒന്ന് ഒരു ശുശ്രൂഷയൊക്കെ വെളിപ്പെടണമല്ലോ. ഇതൊന്നും പറയുന്നില്ല, ചുമ്മാ പറയാ യോർദാനിൽ പോയി മുങ്ങിയിട്ട് പോകാൻ. ഇതൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പോൾ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? എന്നാലും പറഞ്ഞു പോയി ഞാൻ. അപ്പോൾ അങ്ങനത്തെ നനഞ്ഞ പെന്തിക്കോസ് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെയുണ്ട്. അതൊന്നും അല്ലെന്നേ, ദൈവത്തിൻ്റെ ദാസൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം, ആ ശബ്ദം നയമാനെ രൂപാന്തരപ്പെടുത്തും. നയമാൻ അങ്ങനെ ചിന്തയൊക്കെ ഉണ്ടായിരിക്കും. ആ ചിന്തയൊക്കെ അങ്ങ് മാറ്റി വെച്ചുകൊള്ളുക. പറയുന്ന അനുസരിച്ചാൽ അത് ശുഭമാണ്, അല്ലേ? അതല്ലേ പറഞ്ഞത്? ഉന്മാനം എടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക. അങ്ങനെ വിചാരിക്കുമ്പോൾ തന്നെ നിങ്ങൾ കിടക്കാനൊരു വീട് സംഘടിപ്പിക്കുന്നതോ നിങ്ങളൊരു വാഹനം മേടിക്കുന്നു, ഇതിനൊന്നും ദൈവം എതിരല്ല. ആണോ? അങ്ങനെയാണോ? പക്ഷെ അതിൻ്റെ സീമകൾ ലംഘിച്ചു പോകുമ്പോഴാണ്, പെർമിറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കുമ്പോഴാണ്. എത്ര കൃത്യമാണ് പറഞ്ഞതെന്ന് നോക്കി. അതായത് ഇന്ത്യ മഹാരാജ്യത്ത് വണ്ടി ഓടിക്കണമെങ്കിൽ അതിന് പെർമിറ്റ് വേണം. പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓടിച്ചോ. RTOയിൽ നിന്ന് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയുടെ നമ്പർ ഏതാ? KL7B 5282 അങ്ങനെ എങ്ങാണ്ടല്ലേ? അത് എവിടെന്നാ ഇഷ്യൂ ചെയ്യുന്നത്? RTO ഓഫീസിൽ നിന്ന് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇന്ത്യ മഹാരാജ്യത്ത് എവിടെ വേണേലും ഓടിക്കാം. ബുദ്ധിമുട്ടാവുമോ? അല്ല വേണ്ട, കേരളത്തിൽ എവിടെ വേണേലും ഓടിക്കാം.
ലൈസൻസിങ്ങിൻ്റെ അതോറിറ്റി ഇഷ്യൂ ചെയ്യണം കാര്യങ്ങൾ, ലൈസൻസ് തരണം. ഇവിടെ അത് തന്നെയാന്നേ. നിങ്ങൾ 75 കോടിയുടെ വില്ല മേടിക്കുകയോ നിങ്ങൾ 750 കോടിയുടെ വില്ല മേടിച്ചോ, ആർക്കെ നട്ടം? പക്ഷേ ഈ പറയുന്ന അതോറിറ്റി സൈൻ ചെയ്യണം. അതോറിറ്റി സൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം. അങ്ങനെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരുങ്ങുന്ന സ്ഥലത്തിൻ്റെ പേരാ പുതിയ യെരൂശലേം എന്ന്. ചുമ്മാ ഒന്ന് മോഹിപ്പിച്ചേക്കാം. അങ്ങനെയുള്ള ആളുകൾ ഒരുമിച്ചിരിക്കാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേരാ പുതിയ യെരൂശലേം. തെക്ക് വടക്ക് പെന്തിക്കോസ്തുകാർ ഇരിക്കുന്ന സ്ഥലമല്ല പുതിയ യെരൂശലേം. അങ്ങനെ ഒരു പഠിപ്പീരിപ്പോൾ ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഒരു സീനിയർ പാസ്റ്റർ ഇന്ന് രാവിലെ എന്നോട് 1.5 മണിക്കൂർ സംസാരിച്ചു, വളരെ സങ്കടപൂർവ്വം. എൻ്റെ സജിയെ നമ്മൾ എങ്ങനെ ഈ ആളുകളെ ഇത് പറഞ്ഞ് ധരിപ്പിക്കും? പാസ്റ്റർമാർ മുഴുവൻ പറയുന്നത് എല്ലാവരും മണവാട്ടിയ, ചാകലരും മണവാട്ടിയ. അങ്ങനെ ഒരു തിരിച്ചുപോയതൊന്നും ദൈവത്തിനില്ല. എന്നുവെച്ചാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. മൊത്തത്തിൽ മോഡറേഷൻ കൊടുത്ത് എല്ലാത്തിനെയും പാസ്സാക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ പിന്നെ നമ്മൾ ഈ സീരിയസ് ആയിട്ട് പിന്നെ ഈ ലേഖനങ്ങളൊക്കെ പ്രസംഗിക്കുന്നത് എങ്ങനെയാണ്? പിന്നെ വെളിപ്പാട് പുസ്തകത്തിലേക്ക് എങ്ങനെ പോകും? പിന്നെ വചനത്തിൻ്റെ ആഴങ്ങൾക്ക് വേണ്ടി പഴയ നിയമത്തിൽ എങ്ങനെ ഇറങ്ങി പോകുന്നൊക്കെയാണ് പുള്ളി ചോദിക്കുന്നത്. വളരെ സീനിയറായ ഒരു ദൈവദാസൻ്റെ സങ്കടമാണ് പറയുന്നത്. ചുറ്റും ക്രൂശിൻ്റെ ശത്രുക്കളാണെന്ന് ഞാൻ പറഞ്ഞു ഏൽപ്പിച്ചു പുള്ളിയോട്. ക്രൂശിൻ്റെ ശത്രുക്കളോ? യെസ്. നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ആ വലിയ സംഘടനയിലെ ബഹുഭൂരിപക്ഷം ക്രൂശിൻ്റെ ശത്രുക്കളാണ്. ക്രൂശിൻ്റെ മാഹാത്മ്യം എന്തെന്ന് അറിഞ്ഞവരല്ല. പൗലോസ് പറയുന്നത് എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുക ക്രൂശ്. ഈ പുള്ളികളുടെ ഒന്നും മുമ്പിൽ ക്രൂശുമില്ല, ഒന്നുമില്ല, വേറെ ഏതാണ്ടൊക്കെ ഇരിക്കുന്നത്. ആട്ടെ സഹോദരങ്ങളെ, എനിക്ക് ഗഹനമായ വിഷയത്തിലേക്ക് പോകാനുണ്ട്. നമ്മുടെ ആളുകളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന ഒരു ചോദ്യത്തിൻ്റെ മറുപടിയാണ്. അത്യാവശ്യമായെന്ന് എനിക്ക് തോന്നുന്നത്. അതിനിടയിൽ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ കഴിഞ്ഞ ബുധനാഴ്ച വ്യാഴാഴ്ച മറ്റാന്ന് തോന്നുന്നു, ഞാൻ ഈ കഷ്ടാനുഭവാഴ്ച എന്ന് പറയുന്ന ഒരാഴ്ചയായിട്ടാണല്ലോ പൊതു നസ്രാണി ലോകം ഇതിനെ പരിഗണിക്കുന്നത്. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എൻ്റെ ബന്ധുക്കൾ സ്വന്തക്കാരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പാകത്തിന്, അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പാകത്തിന് ചില കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ അവിടെ ഇവിടങ്ങളിലൊക്കെ ഈ കുത്തിക്കുറിച്ച് വയ്ക്കും. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നമ്മുടെ കുറച്ച് സഹോദരങ്ങൾക്ക് കർത്താവിൻ്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ ആ ക്രൂശീകരണം എന്നായിരുന്നു, ഈ പെസഹ എന്ന് പറയുന്ന ദിവസം എന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചില കാര്യങ്ങൾ എഴുതിയിട്ട് കുറച്ച് പേർക്ക് ഞാനത് അയച്ചു കൊടുത്തു. അതായത് സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാനിങ്ങനെ മാറി മാറി അയക്കും. ഇപ്പോൾ ഈ തവണ കുറച്ച് പേർക്ക് അയച്ചെങ്കിൽ അടുത്ത തവണ വേറെ കുറച്ച് പേർക്കായിരിക്കും, അങ്ങനെയൊക്കെ മാറി മാറി അയക്കും. അപ്പോൾ ഈ തവണ കുറച്ച് പേർക്ക് ഞാൻ അയച്ചു. അപ്പോൾ അതിൽ വലിയ പങ്ക് ആൾക്കാരും റെസ്പോണ്ട് ചെയ്തില്ല, മറുപടി തന്നില്ല. ഒരാൾ ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ്, ഞാൻ ഈ ഫോണൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് മറുപടി അയച്ചു. ഇച്ചിരി ദൂരെ നിന്ന് അയച്ചത്. അപ്പോൾ ദൂരെ നിന്നാകുന്നതുകൊണ്ട് ഞാനത് എടുത്തു. അടുത്തുനിന്നാണെങ്കിൽ അത് എടുക്കേണ്ട കാര്യമില്ല, പിന്നെ എടുക്കാം. വല്ല ദൂരെ നിന്ന് അയച്ചതാണ്. അപ്പം ഞാൻ അതിന് മറുപടിയും കൊടുത്തു. ഞാൻ എന്തായാലും മറുപടി പറയുന്നുണ്ട്, അന്നേരം ബാക്കി പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇത്രയും കാലം ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എന്തെങ്കിലും 2 വാക്ക് തെറ്റോ ശരിയോ അല്ലെങ്കിൽ വേണ്ട, നമുക്കതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല എന്നെങ്കിലും ഒരു മറുപടി പറയണമല്ലോ. അത് റെസ്പോണ്ട് ചെയ്യുക എന്ന് പറയും, പ്രതികരിക്കുക. ഞാൻ പ്രതീക്ഷയോടുകൂടിയല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പാകെയൊക്കെ അവതരിപ്പിക്കുന്നത്. വലിയ പ്രതീക്ഷയിലല്ലേ നിങ്ങളത് എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടി. ദൈവദാസന്മാരായ നമുക്കും അങ്ങനത്തെ ചില താല്പര്യങ്ങളുണ്ട്. അത് അത്യാഗ്രഹമാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ അങ്ങനെയാണ് പരിഗണിക്കുന്നതെങ്കിൽ ഇപ്പം എനിക്കൊന്നും പറയാനില്ല. പൗലോസ് പറയുന്നുണ്ട് തിമോത്തിയോസിനെ കുറിച്ച്, ഞാൻ എങ്ങും എവിടെയും പ്രസംഗിക്കുന്നതും പഠിപ്പിക്കുന്നതുമായ കാര്യം അങ്ങനെ തന്നെ തിമോത്തിയോസ് പറയും. ഞാൻ വന്നില്ലെങ്കിലും അതേ നിലയിൽ തന്നെ തിമോത്തിയോസ് പറയും. അതൊരു അഭിമാനപൂർവ്വമായിട്ടാണ് കൊരിന്ത്യരോട് പറയുന്നത്, വലിയ അഭിമാനമായിട്ട്. തീത്തോസിനെ കുറിച്ച് പറയുമ്പോഴും അങ്ങനെ പറയുന്നുണ്ട്, തീത്തോസ്. അപ്പോൾ അത് അഹങ്കാരം കൊണ്ടോ അത്യാഗ്രഹം കൊണ്ടോ അങ്ങനെ വേറെ ഒരു രീതിയിലും ചിന്തിക്കേണ്ട കാര്യമില്ല. വളർന്നു വരുന്ന കാണാനുള്ളൊരു താല്പര്യം. എബ്രായ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നില്ലേ, കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടവരാണെന്ന്, അല്ലേ? അപ്പം പെസഹായോടുള്ള ബന്ധത്തിൽ എൻ്റെ ആ ചോദ്യം, നമ്മൾ പൊതുവെ കേൾക്കുന്ന പെസഹ വ്യാഴം എന്നുള്ളതാണ്, ദുഃഖവെള്ളി, പിന്നെ എന്നാ ഈസ്റ്റർ ഞായർ, ഇങ്ങനെയൊക്കെ കേൾക്കുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇത്രേ ഉള്ളൂ, ഈ പെസഹ എന്ന് പറയുന്നത് ഏത് ദിവസമാണ്? കർത്താവിനെ ക്രൂശിച്ചത് എന്നാണ്? ചോദ്യത്തിന് ആരും ഒരു ആൻസർ തന്നില്ല, അല്ലെങ്കിൽ ഒരു ചിന്തനീയമായ കാര്യങ്ങൾ പറഞ്ഞില്ല. അത് നമ്മൾ വചനം പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ സഹോദരങ്ങളെ. ഡോക്ടേഴ്സിനെ കുറിച്ച് എന്തെന്നാണ് നമ്മൾ പറയുന്നത്?
അവർ ജോലി ചെയ്യാന്നാണ് പറയുന്നത്, പ്രാക്ടീസ് ചെയ്യാന്നാണ് പറയുന്നത്. അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണം വരെ പഠനമാണ്. അവരിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോരോ കാര്യങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഈ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു തിങ്കൾ ചൊവ്വയിലോ മറ്റാന്ന് തോന്നുന്നു, ഈ പെസഹായുമായി ബന്ധപ്പെട്ട് ഞാനൊരു കുറിപ്പ് എഴുതി ഇങ്ങനെ വിട്ടായിരുന്നു, ഒരു കുറിപ്പ്. അപ്പോൾ ആ കുറിപ്പിൽ പറഞ്ഞതിൽ നിന്നും വിഭിന്നമായിട്ട് അതിലെ ഒരു ഒറ്റ കാര്യം മാത്രം, ഒറ്റ കാര്യം അതിനകത്ത് ക്രൂശിക്കപ്പെടുന്ന സമയവും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലെ ദിവസം ആ ദിവസത്തെക്കുറിച്ച് ഞാൻ പരമ്പരാഗതമായ ശൈലി തന്നെ എഴുതിയിരിക്കുന്നത്. പക്ഷെ അതിന് ശേഷം ഉരുത്തിരിഞ്ഞു വന്ന ചിന്തകളും ആശയങ്ങളുമാണ്, അതിനെക്കുറിച്ചാണ് ചോദ്യം വന്നത്. അപ്പം പെട്ടെന്ന് അങ്ങനെ എല്ലാവർക്കും പറയാൻ കഴിയുന്ന കാര്യമല്ലെന്നും എനിക്കറിയാം. എങ്കിലും നമ്മൾ ഇത്രയും നാളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വേണേൽ പറയാം, ഇല്ലെങ്കിലും വേണ്ടില്ല ഒന്ന് റെസ്പോണ്ട് ചെയ്യേണ്ടതായിരുന്നു എന്നുള്ള കാര്യം. അതൊരു സങ്കടപൂർവ്വമാണോ പറഞ്ഞതെന്ന് ചോദിച്ചാൽ എങ്ങനെ വേണമെങ്കിലും പരിഗണിക്കാം. എനിവേ, ആ കാര്യത്തിന് ഒരു മറുപടി എന്നോണം നാളെ ഞാൻ ദൈവം അനുവദിച്ചാൽ കർത്താവിൻ്റെ ക്രൂശീകരണം എന്നായിരുന്നു, എപ്പോഴായിരുന്നു, എങ്ങനെയായിരുന്നു, പെസഹ എന്താണ് എന്നൊക്കെയുള്ള നിലയിൽ ആ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. ദൈവം അനുവദിച്ചാൽ കാര്യങ്ങൾ ട്രാക്ക് ആ നിലയിൽ സെറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് അടുത്ത ദിവസം നമുക്ക് പിന്നെയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പോൾ ആ കാര്യവും ഞാൻ പറഞ്ഞു വിടുകയാണ്. അത് കഴിഞ്ഞിട്ട് കുറേ സമയം മുന്നോട്ട് പോയി നമ്മൾ പറഞ്ഞപ്പോൾ. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ശുശ്രൂഷകൻ തൻ്റെ പ്രിയപ്പെട്ടവരോട് ഹൃദയം തുറന്ന് സംസാരിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളും മനസ്സിലാക്കേണ്ടതുമായ കാര്യങ്ങളാണ്. നമ്മൾ ആഴ്ചയിൽ ഒരിക്കലാണ് ഒത്തുകൂടുന്നത്. അങ്ങനെയുള്ള സമയത്ത് പല കാര്യങ്ങളും പറയേണ്ടതുണ്ട്, പല കാര്യങ്ങളും. അപ്പോൾ ഇതിനിടയിലും വചനത്തിൽ നിന്ന് തന്നെയാണ് സംസാരിച്ച് ഗൗരവമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിൻ്റെ ഒരു തുടർച്ച പറഞ്ഞാണ് നമുക്ക് അവസാനിപ്പിക്കേണ്ടത്. അതായത് കഴിഞ്ഞ ആഴ്ച മലയാളക്കരയിൽ മലയാളികളെ തെറ്റിക്കാനായിട്ട് ദൈവം അനുവദിച്ചിരിക്കുന്ന ഒരു പ്രഭാഷകൻ, ദൈവം അനുവദിച്ചിരിക്കുന്ന, അതിന് കാരണം പറയുന്നത് 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അതായത് സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാൻ മനസ്സില്ലാത്ത ആളുകൾക്ക് വേണ്ടി ഭോഷ്കിൻ്റെ ആത്മാവിനെ ദൈവം അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ ആ ഭോഷ്കിൻ്റെ ആത്മാവിനെ വഹിക്കുന്നവരും വേണം. അത്തരക്കാരെയും പ്ലേസ് ചെയ്തിട്ട് ദൈവം ഉറ്റുനോക്കുന്നത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയിൽ നിൽക്കുന്ന ദൈവമക്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ തിരിച്ചറിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. തിരിച്ചറിഞ്ഞ് അതിനെ ഓവർകം ചെയ്യുന്നുണ്ടോ? തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, അത്തരം കാര്യങ്ങളെല്ലാം ഓവർകം ചെയ്യണം. അങ്ങനെ ഓവർകമേഴ്സായി വരുന്നവരെയാണ് സിംഹാസനത്തിൽ ഇരുത്താൻ പോകുന്നത്. അല്ലാതെ നിങ്ങൾ രാവിലെ മുതൽ രാത്രി വരെ ഇരുന്ന് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പാട്ട് പാടിയതുകൊണ്ട് കാര്യമില്ല, ബൈബിൾ വായിച്ചതുകൊണ്ട് കാര്യമില്ല. ഇതെല്ലാം ചെയ്യണം കേട്ടോ. അതൊന്നുമല്ല കാര്യം. അതൊക്കെ ഈ പറഞ്ഞ കാര്യത്തിന് വേണ്ടിയായിരിക്കണം. അതായത് സകലത്തെയും മറികടക്കുന്ന ഒരു അഭിഷേകം, ജയാളിയായ ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുവാനുള്ള വാഞ്ച, ജയാളി എന്ന നിലയിൽ ക്രിസ്തുവിൻ്റെ അടുക്കൽ ഈ പറയപ്പെട്ട പുള്ളികളുടെ തലത്തൊട്ടപ്പം വന്നു, ഒരു കല്ലുമായിട്ട് വന്നു. ഇത് ഇങ്ങനെയാക്കാമോ അങ്ങനെയാക്കാമോ, പിന്നെ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇങ്ങനെ തരാമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ക്രിസ്തു അതിനെ ഓവർകം ചെയ്തു. അഥവാ മനുഷ്യപുത്രൻ സെയ്റ്റാനെ ഓവർകം ചെയ്തു. ഇന്ന് സെയ്റ്റാൻ നിർത്തിയിരിക്കുന്ന അവൻ്റെ ഏജന്റുമാരെ കർത്താവിൻ്റെ കുഞ്ഞുങ്ങൾ ഓവർകം ചെയ്യണം, അതിനെ മറികടക്കണം. അത്തരം തെറ്റായ ആശയങ്ങൾ, പഠിപ്പിക്കലുകളെ ആത്മാവിൽ മനസ്സിലാക്കണം. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം കേട്ടോ, ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ വിഷയത്തിലേക്ക് കടക്കുക. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയ സഹോദരൻ, അതായത് കഴിഞ്ഞ വർഷം നമ്മൾ സ്നാനപ്പെടുത്തിയ സിംഗപ്പൂരുകാരൻ സഹോദരൻ എന്നെ ഇങ്ങനെ വിളിക്കാനിടയായി. അങ്ങനെ വിളിച്ച് കുറേ കാര്യങ്ങളിങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം എമർജൻസി ആയിട്ട് വിളിച്ച കാര്യം പറഞ്ഞു. വിളിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. അദ്ദേഹം ഇപ്പോൾ അവിടെ കൂടുന്ന ആ ചർച്ചിൽ മലയാളക്കരയിൽ നിന്നൊരു പ്രഭാഷകൻ വരുന്നുണ്ട്. ആ പ്രഭാഷകനെക്കുറിച്ച് നോട്ടീസ് കണ്ടപ്പോൾ പെട്ടെന്നൊരു സ്പാർക്ക് തൻ്റെ ഉള്ളിൽ, ഒരു കൊള്ളിയാൻ. ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ സജി പാസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന റാന്നിക്കാരൻ എന്ന് പറഞ്ഞാൽ ആ റാന്നിക്കാരനാണോ നമ്മുടെ സിംഗപ്പൂരിൻ്റെ മണ്ണിൽ പറന്നിറങ്ങാൻ പോകുന്നതെന്നൊരു സംശയം പുള്ളിക്ക്. അപ്പം ഞാനിങ്ങനെ റാന്നിക്കാരെന്നും കോന്നിക്കാരെന്നൊക്കെയല്ലേ പറയുന്നത്, അല്ലാതെ വേറൊന്നും പറയുന്നില്ല. കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും വേറൊന്നും കടത്തി പറയുന്നില്ല. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇത് ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ കാര്യകാരണങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ചർച്ച അദ്ദേഹത്തെ വിളിക്കാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ വിളിക്കട്ടെ, നമുക്കൊന്നും ചെയ്യാനില്ല.
പാസ്റ്റർക്ക് കൊടുക്കാവുന്ന മെസ്സേജ് കൊടുക്കുക, സന്ദേശം കൊടുക്കുക, ഇന്നതുപോലെയൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് സഹോദരൻ ആ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല, അവർ നടത്തിക്കോട്ടെ. കാരണം അവിടെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കാളും താഴെ നഴ്സറി കാര്യങ്ങൾ കേൾക്കാൻ പോകേണ്ട കാര്യമില്ല. ഈ വരുന്നയാൾ ആവർത്തന പുസ്തകം 28-ാം അധ്യായം തുറന്നു വെച്ചിട്ട് 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വാക്യം പ്രതി വാക്യമായിട്ട് വായിക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഭയങ്കരമായിട്ട് മാർത്തടിച്ച് കരയും. കർത്താവേ, ഇവർക്ക് പണം കൊടുക്കണമേ, ഇവരെ അനുഗ്രഹിക്കണമേ എന്നൊക്കെ പറഞ്ഞ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ അങ്ങനത്തെ ഒരു പഠനക്കാരല്ല, നമ്മൾ ദൈവരാജ്യത്തിൽ വന്നവരാണ്. അപ്പം നമുക്ക് അങ്ങനത്തെ പ്രഭാഷണം വേണ്ട. ഇപ്പം എന്തിനാ ഇത് പറഞ്ഞതെന്നറിയാവോ? കഴിഞ്ഞ നാളുകളിൽ നമ്മളിവിടെ പ്രസംഗിക്കുകയും പറയുകയും ചെയ്ത കാര്യം ഒരു സഹോദരൻ്റെ ഉള്ളിൽ കിടന്നതുകൊണ്ട് അവിടെ തെറ്റായ പഠിപ്പിക്കലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ കടന്നു വരുമ്പോൾ പെട്ടെന്ന് പുള്ളിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. അതേസമയം നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ കാര്യമൊന്നും പറയുന്നില്ലെങ്കിൽ അദ്ദേഹം അവിടെ പോയിരുന്ന് ആമയും പറയും. കാരണം നല്ല രീതിയിലല്ലേ ചിന്തിക്കാൻ പറ്റുള്ളൂ. എല്ലാവരെയും കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കും. അങ്ങനെ നല്ലത് ചിന്തിച്ച് അവിടെ പറയുന്നതെല്ലാം നല്ലതാണെന്ന് വിചാരിച്ച് എല്ലാം മേടിച്ച് പോക്കറ്റ് ഇട്ടുകൊണ്ട് വീട്ടിൽ പോകും. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് ഭാര്യയും ഭർത്താവും കൂടെ അത് മുറിച്ച് ജാമും തേച്ചിട്ട് വിഴുന്നു. അപ്പോൾ ഇപ്പോഴോ മുന്നറിയിപ്പുകൾ കൊടുത്തതിൻ്റെ പേരിൽ, അതായത് ഇന്നലെ പിനിഞ്ഞാന്നൊന്നും കൊടുത്തതല്ല, നാളുകൾക്ക് മുമ്പ് പ്രസംഗിച്ച പ്രസംഗം കേട്ട ഓർമ്മയിൽ നിന്നാണ് അദ്ദേഹം ഈ കാര്യങ്ങളെയൊക്കെ ചോദിച്ചത്. അപ്പം ഞാൻ അതിൻ്റെ വിശദീകരണം കൊടുത്തു. നമ്മൾ ഈ പറഞ്ഞ ആളുകളുടെ പ്രസംഗങ്ങളെല്ലാം വെച്ചിട്ടാണ് ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ക്രൂശിൻ്റെ ശത്രുക്കളാണ് ഇവരൊക്കെ എന്ന്. വരും ദിവസങ്ങളിൽ കൂടുതൽ അത് പറയും നമ്മൾ. കാരണം ഇവർ പറയുന്ന ഉപദേശങ്ങൾ വചനത്തിന് വിരുദ്ധമാണ്. ഈ പറയപ്പെട്ട ആ പ്രഭാഷകൻ്റെ ചർച്ചിലുള്ള ഒരു പ്രിയപ്പെട്ട അങ്കിള് കഴിഞ്ഞ ദിവസം അവിടുത്തെ ഒരു സീനിയർ പാസ്റ്ററോട് പറഞ്ഞു, നിങ്ങൾ ഈ ചെയ്യുന്ന ക്രൂരതയാണ്. നേരിട്ട് പറഞ്ഞു. കേട്ടപ്പോൾ എനിക്ക് അത്ഭുതമായി പോയി. ക്രൂരതയാണ്. ദൈവവചനം പറയുന്നത് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കണമെന്ന. പക്ഷെ നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ വന്നുകൂടിയിരിക്കുന്ന 100 കണക്കിന് ആൾക്കാരോട് ഈ ലോക കാര്യങ്ങൾ പറഞ്ഞ് ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശയുള്ളവരായി അവരെ ഈ ഭൂമിയിൽ തളച്ചിടുകയാണ്. ഇവിടെ കാറ് കിട്ടും, വീട് കിട്ടും, നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും എന്നൊക്കെ പറഞ്ഞ് ഈ ഉള്ള അവസ്ഥയിൽ അവരെ ശക്തരാക്കാനായിട്ട് നിങ്ങൾ ഉത്സാഹിക്കുന്നില്ല. ഈ ഉള്ള അവസ്ഥയുണ്ടല്ലോ, നിലംപരിശായിട്ടായിരിക്കും അവർ കിടക്കുന്നത്. ആയിക്കോട്ടെ, ആ കിടക്കുന്ന കിടപ്പിൽ ദൈവശക്തി വ്യാപരിച്ചാൽ അവൻ ചടകുടഞ്ഞ് എഴുന്നേക്കില്ലേ? ഉടനെ കാറും ബംഗ്ലാവും ഒക്കെ വേണോ? അവൻ ആത്മാവിൽ ആ ദേശത്ത് റാന്നിയിൽ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി നിൽക്കുമ്പോൾ ദേശം വിറയ്ക്കും. വലിയ പള്ളിക്കാരും കൊച്ചു പള്ളിക്കാരൊക്കെ വിറയ്ക്കും. അവൻ്റെ അവസ്ഥയൊക്കെ അങ്ങനെ ഇരുന്നോട്ടേന്നേ. അവിടെ ദൈവശക്തി വ്യാപരിക്കട്ടെ, പരിശുദ്ധാത്മാവ് അവനെ കൊണ്ടു നടക്കട്ടെ. നിങ്ങൾ സത്യം പറയൂ, സ്നേഹത്തിൽ സത്യം സംസാരിക്കൂ. ഓറന്ന് പറഞ്ഞു കാര്യങ്ങളെല്ലാം. അസിസ്റ്റൻ്റ് പാസ്റ്റർ കുനിഞ്ഞിരുന്ന് കേട്ടിട്ട് പോയി. കാരണം ഇവരെല്ലാം അടിമകളാണല്ലോ. കുനിഞ്ഞിരുന്ന് കേട്ടിട്ട് പോയി. അപ്പോൾ ആ ചർച്ചിലെ ശുശ്രൂഷകനാണ് സിംഗപ്പൂരിൽ നമ്മുടെ സ്നേഹിതൻ്റെ ചർച്ചയിൽ വരുന്നത്. അപ്പം ഞാൻ എന്ത് അഡ്വൈസ് കൊടുക്കണം? കർത്താവിൻ്റെ ദാസന്മാർ വന്ന് ദൈവവചനം പറഞ്ഞാൽ നിശ്ചയമായും കേൾക്കാൻ പോകണമെന്ന് അഡ്വൈസ് കൊടുക്കുന്നയാളാണ് ഞാൻ. പക്ഷെ ക്രൂശിൻ്റെ ശത്രുക്കൾ വന്നാൽ ഒരിക്കലും തല വെക്കരുതെന്ന് തന്നെ പറഞ്ഞു കൊടുക്കും. കാരണം വലിയ വില കൊടുത്താണ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. കെട്ടുകഥകളും നിർമ്മിത കഥകളും മുത്തശ്ശി കഥകളും കേട്ട് ആത്മീയത്തിൽ ആരോഗ്യമില്ലാത്തവരായി പോകാൻ ഇടവരരുത്. നമ്മുടെ പ്രിയപ്പെട്ടവർ ആത്മീയത്തിൽ ആരോഗ്യമില്ലാത്തവരാകാൻ ഇടവരരുത്. ഇത്രയും നാളും ഭക്ഷിച്ചതെല്ലാം വേസ്റ്റായി പോവില്ലേ? ഇത്രയും നാളും ആർജിച്ചെടുത്ത ആ മുന്നേറ്റങ്ങൾ, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ, അതെല്ലാം ഇടിച്ചു കളയുന്ന ആളുകളാണെങ്കിൽ അത്തരക്കാരുടെ മുമ്പിൽ പോകരുത്. അപ്പം ഞാനിവിടെ അഭിമാനപൂർവ്വം പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ക്രൂശിൻ്റെ ശത്രുക്കളെക്കുറിച്ചും തെറ്റായ ഉപദേശങ്ങളെക്കുറിച്ചുമൊക്കെ പറഞ്ഞത് ഒരു മനുഷ്യൻ ശ്രദ്ധിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് പ്രയോജനമായി. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിലോ നമ്മൾ കുഴിയിൽ ചാടും സഹോദരങ്ങളെ, കുഴിയിൽ ചാടും, വിരുദ് തെറ്റിപ്പോവും. സാത്താൻ തന്ത്രശാലിയാണ്. വിശുദ്ധന്മാരെ എങ്ങനെയാണ് തെറ്റിക്കേണ്ടതെന്നാണ് അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ പ്രസിദ്ധനായ പ്രഭാഷകൻ്റെ പ്രഭാഷണം കേൾപ്പിച്ചത്. ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും അത് കേൾപ്പിക്കണമെന്നില്ല, നിങ്ങളുടെ ഓർമ്മയിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഓടിച്ചു പറയുകയാണ്. അതായത് യോഹന്നാൻ്റെ സുവിശേഷം 15:4 പറയുന്ന പോലെ നിങ്ങൾ അധികം ഫലം കായ്ക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ചെത്തുമെന്നാണ് അവിടെ പറയുന്നത്. ചെത്തും, അതായത് മുന്തിരിവള്ളിയെക്കുറിച്ച് പറയുമ്പോഴാണ് ഈ കാര്യങ്ങളെ പറയുന്നത്.
മുന്തിരിയോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ നേരിട്ട് മുന്തിരിത്തോട്ടത്തിൽ പോയി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളവരല്ലെങ്കിൽ പോലും നമുക്ക് അറിയാം അതിനെക്കുറിച്ച്. നമുക്കിന്ന് ഇൻ്റർനെറ്റ് വഴിയൊക്കെ പരിശോധിക്കാൻ കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഇത് പ്രൂൺ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച്. അങ്ങനെ മുന്തിരിവള്ളിയിൽ നിന്ന് കൂടുതൽ ഫലം പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമകൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതിനുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, അതിന് പ്രഗത്ഭരായ എക്സ്പീരിയൻസ് ഉള്ള വേലക്കാരെ, ജോലിക്കാരെയൊക്കെ അതിനാക്കി വെച്ചിട്ടുണ്ട്. അത്തരക്കാർ ആ കാര്യങ്ങളിലൊക്കെ പ്രവർത്തിക്കും. അങ്ങനെയാണ് എല്ലാ തോട്ടങ്ങളിലും അതിനുള്ള ആളുകളുണ്ട്, എല്ലാ തോട്ടങ്ങളിലും ഉണ്ട്. അല്ലാതെ നമ്മൾ മാവും പ്ലാവും ഒക്കെ നടുന്ന പോലെയല്ല. മലയാളിക്ക് അറിയാവുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. മാവ്, പ്ലാവ്, തെങ്ങ്, കമുകൊക്കെ അതങ്ങനെ നട്ടിട്ട് നമുക്ക് നമ്മുടെ പാട്ടിന് പോവാം. ഇടയ്ക്കിടയ്ക്ക് പോയി തേങ്ങ ഇട്ടാൽ മതി. മുന്തിരിവള്ളി അങ്ങനെയല്ല സഹോദരങ്ങളെ. നിങ്ങൾക്ക് കേരളത്തുകാർക്ക് ഏറ്റവും അടുത്ത് മുന്തിരിയുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയുന്ന സ്ഥലം കമ്പം എന്ന് പറയുന്ന സ്ഥലമാണ്. തേനിക്കടുത്ത് കമ്പം എന്ന് പറയുന്ന സ്ഥലത്ത് ധാരാളം മുന്തിരിത്തോട്ടമുണ്ട് തമിഴ്നാട്ടിൽ. അത് കഴിഞ്ഞാൽ പിന്നെ പറയാനായിട്ട് നമ്മുടെ നാട്ടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നീട് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ഒരു ഭാഗത്ത് പശ്ചിമഘട്ടത്തിൽ ഏറ്റവും വലിയ മുന്തിരിയുടെ കേന്ദ്രം എന്ന് പറയുന്നത് നാസിക്കാണ്. നാസിക്കിൻ്റെ ചുറ്റുപാട് മുഴുവനും മുന്തിരിത്തോട്ടങ്ങളാണ്. അപ്പോൾ ആ സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് മുന്തിരി കൃഷി എന്നുള്ളതും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിശ്ചയമായും ചെത്തുമെന്ന് പറഞ്ഞത് ആ കാരണത്താലാണ്. ചെത്തും. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് യാതൊരു ചിന്തയോ ബോധ്യവും ഇല്ലാത്ത ആളുകൾ പറയുകയാണ്, ദൈവം മുണ്ടു മടക്കി കുത്തിയിട്ട് രാവിലെ വെട്ടുകത്തിയുമായിട്ട് വന്ന് വെട്ടുവോ ചെത്തുവോ എന്താ ഈ പറയുന്നതെന്ന്. ഇതൊക്കെ തെറ്റായ പഠിപ്പിക്കലുകളാണെന്നാണ് പറയുന്നത് പുള്ളി. ഇതെല്ലാം തെറ്റായ പഠിപ്പിക്കലുകളാണ്. അതാ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത്. ഇതെല്ലാം തെറ്റായ പഠിപ്പിക്കലുകളാണ്. അപ്പോൾ ഈ പറഞ്ഞ നിലയിൽ ഈ ചെത്തുന്നതിനോടുള്ള ബന്ധത്തിൽ സമാനമായ പല കാര്യങ്ങളും ബൈബിളിലുണ്ട്. ആ കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയാം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഒരു സ്ത്രീ വിലയേറിയ പരിമള തൈലം നിറഞ്ഞ ഒരു വെങ്കൽ ഭരണി എടുത്തുകൊണ്ട് അവന്റെ അടുക്കൽ വന്നു. അവൻ പന്തിയിലിരിക്കുമ്പോൾ അത് അവന്റെ തലയിൽ ഒഴിച്ചു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നാം കാണുന്നത് ഒരു സ്ത്രീ വിലയേറിയ പരിമളത്തൈലം നിറഞ്ഞ ഒരു വെങ്കൽ ഭരണി എടുത്തും കൊണ്ട് അവൻ്റെ അടുക്കൽ വന്നു. അവൻ പന്തിയിലിരിക്കുമ്പോൾ അത് അവൻ്റെ തലയിൽ ഒഴിച്ചു. ഇതിങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് അധികമൊന്നും തോന്നില്ല. ആ സ്ത്രീ ഈ തൈലം എടുത്തൊഴിച്ചു എന്നൊക്കെ മാത്രമേ നമുക്ക് തോന്നുകയുള്ളൂ. എന്നാൽ ഇതിൻ്റെ കുറച്ചും കൂടെ വിശദമായൊരു വിശദീകരണം വരികയാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം അതൊന്ന് വായിക്കാം. മർക്കോസ് 14:3, ചാപ്റ്റർ 14 വേഴ്സ് 3. അവൻ ബെഥാനിയയിൽ കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെങ്കൽ ഭരണി വിലയേറിയ സ്വച്ഛ ജഡമാംസ തൈലവുമായി വന്ന് ഭരണി പൊട്ടിച്ച് അവന്റെ തലയിൽ ഒഴിച്ചു. അപ്പോൾ ഈ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മത്തായിൽ വായിച്ച സഹോദരി തന്നെയാണ്. ബഥാനിയിൽ കുഷ്ഠരോഗിയായ ശീമോൻ്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെങ്കൽ ഭരണി വിലയേറിയ സ്വച്ഛജടമാംസി തൈലവുമായി വന്ന് ഭരണി പൊട്ടിച്ച് അവൻ്റെ തലയിൽ ഒഴിച്ചു. അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ ഒരു കാര്യം നമുക്ക് തെളിഞ്ഞു വരികയാണ്. ഈ ഭരണി പൊട്ടിച്ചു, അത് അവൻ്റെ തലയിൽ ഒഴിച്ചു. എന്നിട്ട് അടുത്ത വാക്യം, അവിടെ ചിലർ തൈലത്തിന്റെ ഈ വെറും ചെലവ് എന്തിന്? ഇത് 300-ലധികം വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ കഴിയുമായിരുന്നുവല്ലോ എന്നിങ്ങനെ ഉള്ളിൽ നീരസപ്പെട്ട് അവളെ ഭർഷിച്ചു. എന്നാൽ യേശു, അവളെ വിടുവി, അവളെ അസഹ്യപ്പെടുത്തുന്നത് എന്തിന്? അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. ദരിദ്രൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കിയുണ്ടല്ലോ. ഇച്ഛിക്കുമ്പോൾ അവർക്ക് നന്മ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും. ഞാനോ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കും. ഇപ്പം ഈ വായിച്ച ഭാഗത്ത് തൊട്ട് താഴെ, അതായത് അതിൻ്റെ തൊട്ട് താഴെയുള്ള വാക്യത്തിലേക്ക് വരുമ്പോൾ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ചിലർ തൈലത്തിൻ്റെ വെറും ചെലവ് എന്തിന്? ഇത് 300-ലധികം വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ കഴിയുമായിരുന്നുവല്ലോ എന്നിങ്ങനെ ഉള്ളിൽ നീരസപ്പെട്ട് അവളെ ഭത്സിച്ചു. അതായത് ഇവിടെ ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രധാനപ്പെട്ട പുള്ളി നമ്മുടെ ഇസ്കുരിയത്തെ യൂദയാണ്. പുള്ളിയാണ് ഫിനാൻസ് മിനിസ്റ്റർ. പുള്ളിയെക്കുറിച്ച് മത്തായി ഈ 26-ലും ഇപ്പോൾ ഇവിടെയും നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹമാണ് പണസഞ്ചി സൂക്ഷിക്കുന്നയാൾ. അപ്പോൾ ഇതിങ്ങനെ ഒരു വെറും ചിലവാണ്, പാഴ്ചെലവാണ്, ഇതിങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് തന്നെയല്ല, ഈ സ്ത്രീ വന്ന് ഈ വെങ്കൽ ഭരണി ഉടക്കുകയാണ് ചെയ്തത്. അത് ഉടച്ചിട്ട് ഇതിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ തൈലം നഷ്ടപ്പെടുന്നു, വെങ്കൽ ഭരണി ഉടയുന്നു, ഇങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അതൊക്കെ അരുതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ ആളുകൾ പറയുന്നത് അതൊക്കെ അരുതെന്ന്. ഈ സെയിം കാര്യം തന്നെയാണ് നമ്മുടെ കോട്ടയംകാരൻ കുഞ്ഞച്ചനും പറയുന്നത്.
അതരുത്, ചെത്തരുത്, ചെത്തണ്ട. ഇപ്പം ഇവിടെ സംഭവിച്ച കാര്യം എന്താ? ഈ വെൺകൽ ഭരണി ഉടഞ്ഞത് നിമിത്തം അവിടെ നിന്ന് പകരപ്പെട്ട തൈലത്തിൻ്റെ വാസന അവരിരുന്ന മുറി മുഴുവൻ നിറച്ചെന്നുള്ളതാണ് നമ്മൾ മത്തായിയിൽ ഇവിടെയൊക്കെ വായിക്കുന്നത്. ആ തൈലത്തിൻ്റെ വാസന അവിടെ മുഴുവനും നിറഞ്ഞെന്ന്. വെൺകൽ ഭരണി ഉടയപ്പെടണം. വെൺകൽ ഭരണിയിൽ അത് അങ്ങനെ തൈലം ഇരുന്നാൽ അതിൻ്റെ വാസന പുറത്തേക്ക് വരില്ല. അത് ഉടയ്ക്കപ്പെട്ട് അതിൽ നിന്ന് തൈലം പുറത്തേക്ക് വന്നപ്പോൾ അതിൻ്റെ സൗരഭ്യം എല്ലാവർക്കും ആസ്വദിക്കുവാനായിട്ട് കഴിഞ്ഞു. അതുപോലെ സഹോദരങ്ങളെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയിൽ ദൈവരാജ്യത്തിലായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരോടുമുള്ള ബന്ധത്തിൽ നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ ഉടയ്ക്കപ്പെടണം. അതായത് ഔട്ടർ ഷെല്ല് ഉടയപ്പെടണം. ആ വെൺകൽ ഭരണി ഉടയുക എന്ന് പറയുമ്പോൾ എന്താ കാണിക്കുന്നത്? നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ, മൺമയനായവൻ ഉടയ്ക്കപ്പെടണം. അതിനകത്താണ് ആ സൗരഭ്യം ഇരിക്കുന്നത്. ആത്മാവിൻ്റെ സൗരഭ്യം പുറത്തേക്ക് പരക്കണമെങ്കിൽ, അതായത് എണ്ണ പുറത്തേക്ക് പരക്കണമല്ലോ, ഒഴുകണമല്ലോ, പരക്കുകയല്ലോ. അത് ഉടച്ച് അതിൽ നിന്ന് എണ്ണ പുറത്തേക്ക് ഒഴുകുമ്പോഴാണ് സൗരഭ്യം പരക്കുന്നത്. ഈ വെൺകൽ ഭരണിയിൽ ഈ എണ്ണ അങ്ങനെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനമുണ്ടോ? മറ്റാർക്കും അതിൻ്റെ സൗരഭ്യം ആസ്വദിക്കാൻ കഴിയില്ല. അത് അങ്ങനെ തന്നെ സീൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത് ഉടയപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് എണ്ണ പുറത്തേക്ക് ഒഴുകിയാൽ സൗരഭ്യം പരക്കുകയാണ്. നമ്മിൽ പലരുടെയും ജീവിതത്തിൽ സൗരഭ്യം പരക്കാത്തതിൻ്റെ കാരണം എന്നാ? ഉടയപ്പെടുന്നില്ല. ദൈവത്തിൻ്റെ വചനമാകുന്ന ചുറ്റിക നമ്മെ വന്ന് ആഞ്ഞാഞ്ഞ് ഹിറ്റ് ചെയ്യുന്നില്ല. ഹാമറിങ് നടക്കുന്നില്ലെന്ന്. ചുറ്റികയുടെ പ്രയോഗങ്ങൾ വരുന്നില്ല. വല്ലപ്പോഴും ഇങ്ങനെയുള്ള കൂട്ടങ്ങളിലൊക്കെ വരുമ്പോഴാണ് ചുറ്റികയുടെ എന്തെങ്കിലുമൊക്കെ ഒരു അനക്കം കേൾക്കുന്നത്. അപ്പോഴത്തേക്കും തന്നെ നമ്മൾ സ്ഥലം വിടും. ഇവിടെ ഉണ്ടോ ആൾക്കാർ? ഉണ്ട്, കുറച്ച് പേര്. അപ്പം പൊതുവെ ഈ ഹാമറിങ് നടക്കുന്നില്ല. പൊതുവെ ഇന്ന് പെന്തിക്കോസ് ലോകത്ത് ഈ ഹാമറിങ് അഥവാ ഈ ചുറ്റികയുടെ പ്രയോഗങ്ങളൊന്നും നടക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനത്തെ എന്തെന്നാണ് വിളിക്കുന്നത്? അത് ചുറ്റിക എന്നാണ് പറയുന്നത്. ചുറ്റിക. ആ ചുറ്റിക ആഞ്ഞാഞ്ഞ് പതിക്കണം. നമ്മളെ പരുവപ്പെടുത്തി എടുക്കണമെങ്കിൽ ഈ വെൺകൽ ഭരണി ഉടയണം. ഇത് പുറമേയുള്ള മനുഷ്യൻ ഉടയപ്പെടണം. അവൻ്റെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും കാര്യങ്ങളും എല്ലാം ഉടയ്ക്കപ്പെടുമ്പോഴാണ് അകത്ത് പകരപ്പെട്ടിരിക്കുന്ന ആത്മാവിൻ്റെ സൗരഭ്യം നദി പോലെ ഇങ്ങനെ ഒഴുകുക പുറത്തേക്ക്. അതങ്ങനെ പുറത്തേക്ക് ഒഴുകണം. അതിനെക്കുറിച്ച് ഞാൻ വേറെ 1-2 വാക്യങ്ങളും കൂടെ വായിക്കും. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ആ ഉടയപ്പെട്ട് കഴിയുമ്പോൾ ആ സൗരഭ്യം പുറത്തേക്ക് വരുന്നതിൻ്റെ ആ പ്രസക്തി അവിടെയാണ്. ഇടയ്ക്ക് ഇത്തരക്കാര് ക്രൂശിൻ്റെ ശത്രുക്കളിൽ നിന്ന് പറയുന്നത്, അതരുതേ, ഈ വെൺകൽ ഭരണി ഉടയപ്പെടരുത്. ഈ വെൺകൽ ഭരണി ആരോ ഉടയ്ക്കാൻ ശ്രമിക്കുന്നു. അത് ശത്രുവിൻ്റെ പോരുകളാണെന്നാണ് തോന്നുന്നത്. ആ പോരുകളെയൊക്കെ പിടിച്ചു കെട്ടുന്ന ഉപവാസ പ്രാർത്ഥന ഞങ്ങൾ കോട്ടയത്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും പോരെ. വെൺകൽ ഭരണി ഉടയ്ക്കാൻ ആരോ ശ്രമിക്കുന്നു. അതിൽ നിന്ന് എണ്ണ പുറത്തേക്ക് ഒഴുകാൻ അത് ഒരിക്കലും സംഭവിക്കരുത്. ഒരു ഡെലിവറൻസ് മീറ്റിംഗ് ഞങ്ങൾ വെക്കുകയാണ്. എന്ത് ഡെലിവറൻസ്? ദൈവവചനത്തിൻ്റെ ABCD വല്ലതും അറിയാവോ ഈ കക്ഷികൾക്ക്? വലിയവനായ ദൈവം ഇവരെ ഒന്നും ആക്കിയിട്ടില്ല തൻ്റെ വേലയിൽ. ഇവരെല്ലാം വ്യാജന്മാരും വഞ്ചകന്മാരുമാണ്. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ. 2 Corinthians chapter 2 verse 14 and 15. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഇവിടെ പൗലോസ് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കാരണം എന്താ? ഞങ്ങളെ എല്ലായ്പ്പോഴും ജയോത്സവമായാണ് നടത്തുന്നത്. എന്നിട്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന, ആ ആരോമ വെളിപ്പെടുത്തുകയാണ്. എന്നിട്ട് അടുത്ത വാക്യം, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു. അതായത് രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു. അതായത് ഞങ്ങളുടെ സുവിശേഷം കേട്ട് രക്ഷയിലേക്ക് വരുന്നവരുണ്ട്. അല്ല, അത് കേട്ടിട്ട് ഞങ്ങളെ ഫൽസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. അതാണ് എഴുതിയിരിക്കുന്നത്. നശിക്കുന്നവരുടെ ഇടയിലും ഏത് കൂട്ടത്തിലും ആകട്ടെ ഞങ്ങൾ അവിടെ എല്ലാം നടുവിൽ സൗരഭ്യവാസന പരത്തുകയാണ്. ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന പരത്തുകയാണ്. അതായത് ക്രിസ്തു എങ്ങനെ സൗരഭ്യമായിരുന്നോ അതേ നിലയിൽ ഞങ്ങളും ഇന്ന് സൗരഭ്യം പരത്തുകയാണ്. സഹോദരങ്ങളോടൊരു ചോദ്യമാണ്. സഹോദരങ്ങളെ, ഈ സൗരഭ്യം എങ്ങനെ പരത്താൻ കഴിയും? അതായത് സുഗന്ധവർഗ്ഗങ്ങളെക്കുറിച്ച് നമുക്കറിയാം.
നമ്മൾ മുന്നമേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. വരും ദിവസങ്ങളിൽ വീണ്ടും പറയാനുണ്ട് സത്യാരാധന എന്നുള്ളൊരു വിഷയം. അതിലേക്ക് പറഞ്ഞു വരുമ്പോൾ നമ്മൾ പറയും നർമ്മശ, ഗുൽഗുലു, ഹൽബാനപ്പശ, നിർമ്മല സാമ്പ്രാണി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ ഒരു ഗൗരവം പറയാനുണ്ട്. ഈ പറയുന്നതൊക്കെ സുഗന്ധവർഗ്ഗങ്ങളാണ്, ഇൻസെൻസ് ആണ് സുഗന്ധവർഗ്ഗങ്ങൾ. ആ സുഗന്ധവർഗ്ഗങ്ങൾ അങ്ങനെ തന്നെ ഒരു പാത്രത്തിനകത്ത് വീട്ടിൽ വെച്ചാൽ അതുകൊണ്ട് സൗരഭ്യം പരക്കുമോ? ഈ സുഗന്ധവർഗ്ഗങ്ങൾ നുറുക്കേണ്ട രീതി നുറുക്കുകയും പിന്നീട് പൊടിക്കേണ്ട രീതി പൊടിക്കുകയും ചെയ്ത് അത് തീയുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ അതിൽ നിന്ന് സൗരഭ്യം പുറത്തേക്ക് വരും. അത് തീയുമായിട്ട് എന്ത് ചെയ്യണം? സമ്പർക്കത്തിൽ ഏർപ്പെടണം. അങ്ങനെ സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ സൗരഭ്യം പരത്തും. അങ്ങനെ സൗരഭ്യം പരത്തി കഴിഞ്ഞാൽ അത് എത്രയോ പേർക്ക് വാസനയായി തീരും. അതല്ലേ പറയുന്നത്, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ സൗരഭ്യവാസനയാകുന്നു. ക്രിസ്തു അങ്ങനെയായിരുന്നു അല്ലേ? രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ എങ്ങനെയായിരുന്നു? രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ കർത്താവ് മിണ്ടാതെ നിന്നു, സൗരഭ്യം പരത്തി അവിടെ, അല്ലെങ്കിൽ ഫലം പുറപ്പെടുവിച്ചു. രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ അങ്ങനെ തന്നെ. ഈ പറഞ്ഞ സ്ഥലത്തെല്ലാം ഇതെല്ലാം ഫലം പുറപ്പെടുവിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തി ഈ പറയുന്നതൊക്കെ. യോഹന്നാൻ 15 പറയുന്നു, മുന്തിരിവള്ളിയോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. അത് ചെത്തുന്ന കാര്യം, അതായത് അധികം ഫലം കായ്ക്കേണ്ടതിനാണ് ചെത്തുന്നത്. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ കഴിയില്ലെന്നാണ് തുടർന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രാഞ്ചസ് അതിൻ്റെ തായ്തടി എന്ന് വെച്ചാൽ പുല്ല് തടി എന്നുള്ള അർത്ഥത്തിലല്ല. അതായത് ഇവിടെ നമ്മൾ പറയുന്നത് ഈ മുന്തിരിവള്ളിയുടെ ശിഖരങ്ങളുണ്ടല്ലോ, മലയാളികൾക്ക് അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ആ ശിഖരങ്ങൾ, ബ്രാഞ്ചസ്, അതതിൻ്റെ മെയിൻ ആ തടിയുമായിട്ട്, തടിയൊന്നുമില്ല അവിടെ, അത് വള്ളി പോലെ കിടക്കുകയാണ്. അതിനകത്തുനിന്നാണല്ലോ ഈ ബ്രാഞ്ചസ് വരുന്നത്. ആ മെയിൻ ഇത് അതിലേക്ക് അറ്റാച്ച് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ മെയിൻ തടിയിൽ നിന്നുള്ള അവിടെയാണ് റൂട്ട്, വേരുകൾ, അവിടെ നിന്നാണ് ഈ ജലാംശം എല്ലാം വലിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനോട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ബ്രാഞ്ചസ് അഥവാ ശിഖരങ്ങൾ അതിൽ നിന്ന് വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയല്ലേ, ജീവരസം വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ജീവരസം വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജീവരസം വലിച്ചെടുത്തുകൊണ്ട് ഈ ഇരിക്കുന്ന ഈ മുന്തിരിവള്ളിയെക്കുറിച്ച് പറയാണ്, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ. അപ്പോൾ ക്രിസ്തുവിൽ വസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചെത്തുന്നത്. ക്രിസ്തുവിൽ വസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചെത്തുന്നത്. അത് യോഹന്നാൻ 15 പറയുന്നത്. യോഹന്നാൻ 10 എന്താ പറയുന്നത്? എൻ്റെ ആടുകൾ എൻ്റെ കരത്തിലിരിക്കുന്നു, എൻ്റെ ആടുകൾ എൻ്റെ പിതാവിൻ്റെ കരത്തിലിരിക്കുന്നു. അപ്പോൾ പിതാവിൻ്റെ കരത്തിലിരിക്കുമ്പോഴാണ് ചെത്തുന്നത്. വീണ്ടെടുപ്പുകാരൻ്റെ കരത്തിലിരിക്കുമ്പോഴാണ് ചെത്തുന്നത്. അല്ലാതെ നമ്മെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടൊന്നുമില്ല, നമ്മെ എവിടെയെങ്കിലും ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ കരത്തിൽ വെച്ചുകൊണ്ട് ചെത്തുന്നത് എന്തിനാ? ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. അതിന് വിരുദ്ധമായി പ്രസംഗിക്കുന്നവനെല്ലാം കള്ളനും കവർച്ചക്കാരനുമാണ്. യോഹന്നാൻ 10 വെച്ചിട്ടാണ് പറയുന്നത്. അതിന് വിരുദ്ധമായി പ്രസംഗിക്കുന്നവരൊക്കെ കള്ളനും കവർച്ചക്കാരനുമാണ്. അവർ വാതിലിലൂടെ വരുന്നവരല്ല. അവർ ആടുകളുടെ ഇടയന്മാരല്ല. ഇടയൻ്റെ വേഷം ധരിച്ചിരിക്കുന്ന ചെന്നായ്ക്കളത്രേ. മനസ്സിലാക്കിക്കൊള്ളുക, ദൈവത്തിൻ്റെ പദ്ധതിയായി പറയുന്നത്. നമ്മൾ നശിച്ചു പോകുന്നവരുടെ ഇടയിലും രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും സൗരഭ്യം പരത്തേണ്ട മനുഷ്യരാണ്. സൗരഭ്യം പരക്കണമെങ്കിൽ, അതാണ് പത്രോസ് പറയുന്നത്, അഗ്നിശോധനയെങ്കിലും ഒരു അപൂർവ കാര്യം വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. സൗരഭ്യം പരത്താൻ വേണ്ടിയിട്ട് ദൈവം ചിലത് അനുവദിക്കുകയാണ്. അപ്പോൾ സൗരങ്ങളെ, യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ യോഹന്നാൻ 12:24. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. യോഹന്നാൻ 12:24 നമ്മൾ വായിച്ചു കേട്ടത്, ഗോതമ്പ് മണി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, അത് നിലത്ത് വീണ് ചാകണം. ഗോതമ്പ് മണിയുടെ ഔട്ടർ ഷെല്ല് അഥവാ അതിൻ്റെ പുറന്തോട് പൊട്ടണം. അത് പൊട്ടിക്കഴിയുമ്പോഴേ അകത്ത് നിന്ന് നാമ്പ് പുറത്തേക്ക് വരികയുള്ളൂ. അതങ്ങനെ മണ്ണിൽ വേരിറങ്ങും. അതാണ് കൊലോസ്യ ലേഖനം 2:7 പറയുന്നത്. നമുക്ക് ഈ വാക്യത്തിലേക്ക് മടങ്ങി വരാം. കൊലോസ്യ ലേഖനം 2:7 കൂടെ വായിച്ചേ. കൊലോഷ്യൻസ് ചാപ്റ്റർ 2:7. അവനിൽ വേരൂന്നിയും ആത്മിക വർധന പ്രാപിച്ചു, നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചു, സ്തോത്രത്തിൽ കവിഞ്ഞും ഇരുപ്പി. ഈ വാക്യത്തിലൂടെ നമുക്ക് കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ക്രിസ്തുവിൽ വേരൂന്നുക.
ക്രിസ്തുവിൽ വേരൂന്നുക. അതിൻ്റെ വേറൊരു പര്യായം തന്നെയാണ് യോഹന്നാൻ 15 പറയുന്നത്. ഈ ബ്രാഞ്ച് മെയിൻ തടിയുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക, ചേർന്നിരിക്കുക. അതിൽ നിന്നാണ് ജീവരസം, ആ സാപ്പ് അത് വലിച്ചെടുക്കേണ്ടത്. അതിൽ നിന്നാണ് ആ ജീവരസം വലിച്ചെടുക്കേണ്ടത്. അപ്പോൾ ആ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത്, ക്രിസ്തുവിൽ വേരൂന്നണം. അങ്ങനെ ക്രിസ്തുവിൽ വേരൂന്നിയ ആളുകളുടെ ഒരു പ്രത്യേകതയാണ് അവർ എപ്പോഴും സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കും. അവർ സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കും. സ്തോത്രം പറയുക എന്ന് വെച്ചാൽ സ്തുതിക്കുക, സ്തോത്രം ചെയ്യുക എന്ന് നമ്മൾ പറയും. സ്തുതിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ അവദാനങ്ങളെ വാഴ്ത്തിപ്പാടുന്നതാണ് സ്തുതിക്കുന്നത്. ദൈവത്തിൻ്റെ അവദാനങ്ങൾ, അവൻ്റെ സൃഷ്ടിപ്പ്, അവൻ്റെ വലങ്കരം, അവൻ്റെ മഹിമ, അവൻ്റെ വല്ലഭത്വം, ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. സ്തോത്രം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മെ ഈ ഭൂമിയിൽ നമ്മെ നടത്തുന്ന വിധങ്ങളെല്ലാം ഓർത്തിട്ടാണ് നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. അത് ഹൃദയത്തിൽ നിന്ന് ഒരു നന്ദി കരയറ്റുന്നതാണ്. ദൈവിക നടത്തിപ്പുകൾ, അവൻ്റെ ഉപകാരങ്ങൾ, അവൻ്റെ നടത്തിപ്പുകൾ, അവൻ്റെ കരുതലുകൾ, ഇതെല്ലാം ഓർത്തിട്ട് ഹൃദയം നിറഞ്ഞ് കവിയുമ്പോൾ സ്തോത്രം പുറത്തേക്ക് വരും. അത് ഈ നമ്മുടെ ന്യൂജൻ പെന്തിക്കോസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, എല്ലാ പെന്തിക്കോസിലും ശരിയാ, സ്തോത്രം പറയാവോ? പിന്നെ ഒരു നല്ല സ്തോത്രം പറയാവോ? നിങ്ങളൊക്കെ പോകുന്ന ചർച്ചകളിൽ അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, മിക്കവാറും ചർച്ചിൽ അങ്ങനെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ വരുമ്പോൾ പലരും പുതുതായിട്ട് വരുമ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോകും. നമ്മുടെ ഈ മീറ്റിങ്ങിലൊക്കെ വന്ന്, ഈ പാസ്റ്റർ ഇടയ്ക്കും ഒരു സ്തോത്രം പറയുന്നില്ല, പിന്നെ ആളുകളെ കൊണ്ടൊരു നല്ല ആമീൻ പറയിപ്പിക്കുന്നില്ല, ചീത്ത ആമീനും പറയിപ്പിക്കുന്നില്ല, ഒരു സൈസ് മീനും പറയിപ്പിക്കുന്നില്ല, നല്ല സ്തോത്രം പറയാവോ, ചേർന്നൊരു ആമീൻ പറയാവോ, ഇങ്ങനെയൊന്നും പറയുന്നില്ല. ഹൃദയം നിറഞ്ഞു കവിഞ്ഞാൽ ഉദ്ദേശി ഇങ്ങനെ ഇട്ട് ഈ ജാക്കി വെച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ സ്തോത്രം പറയാം, അവരുടെ ഉള്ളം കാത്തും. സത്യവചനം, അതായത് തിരുവെഴുത്തുകളെ തെളിയിച്ചു കൊടുക്കുമ്പോൾ, ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുമ്പോൾ, സഭയെക്കുറിച്ചുള്ള മർമ്മങ്ങൾ വെളിപ്പെട്ട് വരുമ്പോൾ ഉള്ളം കത്തും. ഉള്ളം കത്തിക്കഴിഞ്ഞാൽ നാവെടുത്ത് സംസാരിക്കും. തീ കത്തും അവിടെ. അല്ലാതെ തീ കത്തിക്കേണ്ട കാര്യമൊന്നുമില്ല. പരിശുദ്ധാത്മാവിൽ അഗ്നിയുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം വെളിപ്പെടുമ്പോൾ അവിടെ സകല കാര്യങ്ങളും സംഭവിക്കുകയാണ്. ഓക്കെ, യോഹന്നാൻ 12 നമ്മൾ വായിച്ചത് എന്താ? ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകാതിരുന്നാൽ ഫലം പുറപ്പെടുവിക്കാൻ കഴിയില്ല. നിങ്ങൾ അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തുമെന്നാണ് പറഞ്ഞത്, മുന്തിരിവള്ളിയോടുള്ള ബന്ധത്തിൽ. ഇവിടെ ഇപ്പോൾ ഇത് ഗോതമ്പിനോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞത്. സൗരങ്ങൾ, ഇതാണ് ക്രിസ്ത്യൻ പ്രിൻസിപ്പിള്, ഇതാണ് പെന്തിക്കോസ്ത്. ഗോതമ്പ് മണിയെ താലോലിക്കുന്ന അല്ല പെന്തിക്കോസ്ത്. യഥാർത്ഥ പെന്തിക്കോസ്ത് എന്ന് പറയുന്നത് എന്താ? അത് നിലത്ത് വീണ് ഉടയണമെന്ന് പഠിപ്പിക്കുന്നതാണ് പെന്തക്കോസ്ത്. അല്ലാത്തതൊക്കെ വ്യാജന്മാരാണ്, സാത്താൻ്റെ സന്തതികളാണ്. ഗോതമ്പ് മണി സ്വർണ്ണവർണ്ണ നിറമായിരിക്കാം, അതങ്ങനെ ഷെൽഫിൽ ഇരുന്നിട്ട് കാര്യമില്ല. അതങ്ങനെ കംഫർട്ട് സോണിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അത് നിലത്ത് വീണ് ഉടയണം. അതിൻ്റെ ഔട്ടർ ഷെല്ല് പൊട്ടണം, അഥവാ അതിൻ്റെ പുറന്തോട് ഉടയ്ക്കപ്പെടണം. പുറമെയുള്ള മനുഷ്യൻ ഉടയ്ക്കപ്പെടണം. അകമയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കണം. അകത്ത് നിന്ന് സൗരഭ്യം പുറത്തേക്ക് വരണം. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജല നദി ഒഴുകണ്ടേ. അതിന് ഔട്ടർ ഷെല്ലുകൾ തകരണം. ദൈവത്തിൻ്റെ വചനമാകുന്ന ചുറ്റിക ആഞ്ഞാഞ്ഞു വീശുമ്പോൾ, ഹിറ്റ് ചെയ്യുമ്പോൾ പുറന്തോടെല്ലാം പൊട്ടണം. സങ്കല്പങ്ങളും ചിന്തകളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അതെല്ലാം ബലിപീഠത്തിലേക്ക് വെക്കണം. ബലിപീഠം വെളിപ്പെടുകയാണ്. കാരണം എന്താ? അധികം ഫലം കായ്ക്കേണ്ടവരാണ് നമ്മൾ, അധികം ഫലം കായ്ക്കേണ്ടവരാ. അതിൻ്റെ കൂട്ടത്തിൽ എബ്രായർ 6 കൂടെ ഒന്ന് ഓർത്താൽ നല്ലതായിരിക്കും കേട്ടോ. ധാരാളം മഴ പെയ്ത് വെള്ളമൊക്കെ കുടിച്ചതാ, പക്ഷേ തക്ക സമയത്ത് ഫലം പുറപ്പെടുവിക്കാത്ത ഒരു അവസ്ഥ അവിടെ കാണുന്നുണ്ട്. അതിനെയെല്ലാം എന്ത് ചെയ്യുന്ന വായിക്കുന്നത്? അത് ഓർത്താൽ നന്ന്. ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വിരുദ്ധമായി സാത്താൻ അവൻ്റെ ഏജന്റുമാരെ അയക്കും. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന മെസ്സേജുകൾ ഏറിയ പങ്കും അങ്ങനത്തെയാണ് സഹോദരങ്ങളെ. ഇന്ന് മെയിൻ ലൈൻ പെന്തിക്കോസിലും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഡെലിവറൻസ്, വിടുതൽ വേണ്ടെന്ന് ചോദിക്കും. എന്ത് വിടുതൽ? ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകാൻ തുടങ്ങുമ്പോൾ അതിന് എന്ത് വിടുതലാണ് വേണ്ടത്? അതിൻ്റെ ഷെല്ല് പൊട്ടണം, അതിൽ നിന്നൊരു വിടുതൽ വേണ്ട. എബ്രായർ 11-ാം അധ്യായത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പഴയ നിയമ വിശ്വാസ വീരന്മാരുടെ കാര്യമാണ് പറയുന്നത്. അവരുടെ ഒന്നും കണ്ണ് വേണ്ട വിധത്തിൽ തുറക്കപ്പെട്ടിട്ടുള്ളവരല്ല. പഴയ നിയമ ഭക്തന്മാരല്ലേ അവർ. നമ്മെപ്പോലെ കൂടുതൽ കാഴ്ചശക്തി ലഭിച്ചവരൊന്നുമല്ല അവർ പോലും പറയാണ് തങ്ങൾക്ക് വിടുതലുകളൊന്നും വേണ്ട, നല്ലൊരു ഉയർപ്പിന് വേണ്ടി കാത്തിരിക്കുകയെന്ന്. അങ്ങനെ വരുമ്പോൾ ഒരു പുതിയ നിയമ ക്രിസ്ത്യാനി അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായ കാര്യങ്ങൾ
ഇപ്പം നമ്മുടെ ആ വിരുദൻ പറഞ്ഞ ആ മെസ്സേജിനകത്ത്, ആ വീഡിയോയിൽ, കഴിഞ്ഞ ആഴ്ച കേട്ട വീഡിയോയിൽ, ഒരു ഇൻറ്റീരിയർ വർക്കിൻ്റെ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ തകർന്ന തരിപ്പണമായി പോയി. അദ്ദേഹം ഒരു പെന്തിക്കോസ്തുകാരനായിരുന്നു. അവിടെ ഇങ്ങനെ ചെത്തുകയും ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകണമെന്നുള്ള പ്രസംഗമൊക്കെ കേട്ടോണ്ടിരുന്നതാണ്. അങ്ങനെ ഗോതമ്പ് മണി നിലത്ത് വീണൊരു പരുവായി പോയി. ഇപ്പോൾ പുള്ളി അതൊക്കെ ഇട്ടിട്ട് നമ്മുടെ കൂട്ടത്തിൽ കൂടി. ഇപ്പോൾ ഗോതമ്പ് മണി പൂർവാധികം ഭംഗിയായിട്ട് അതിൻ്റെ ഔട്ടർ ഷെല്ലൊക്കെ വീണ്ടും ആ കവറിങ്ങൊക്കെ വന്നു. അപ്പോൾ നല്ല മനോഹരമായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കംഫർട്ട് സോണിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. തിരക്കേടില്ല. 2-3 ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. ഇപ്പോൾ നേരത്തെ ഒരു ബാങ്കിലേ ഉണ്ടായിരുന്നുള്ളൂ. പെന്തിക്കോസ്തുകാരുടെ കൂട്ടത്തിലായിരുന്നപ്പോൾ ഒരു ബാങ്കിലെ അക്കൗണ്ട് ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ കൂടെ കൂടിയതിന് ശേഷം 3-4 ബാങ്കിൽ അക്കൗണ്ടായി. അതാണ് പുള്ളി പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത്തരം വ്യാജന്മാർ ദേശത്ത് പരന്നിരിക്കുകയാണ്. അതാണ് പറഞ്ഞത്, ക്രൂശിൻ്റെ ശത്രുക്കളാണ് ഇവരെല്ലാം. ദൈവവചനത്തിൻ്റെ സത്യങ്ങളിൽ നിന്ന് ജനത്തെ മറിച്ച് കളയുകയാണ്. അവിടെ നിന്ന് ഞാൻ വേഗം പത്രോസിൻ്റെ ലേഖനത്തിലേക്ക് ഓടിപ്പോവുകയാണ്. 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം. അവിടെ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. എല്ലാം പറയാൻ കഴിയുമെന്നറിയില്ല. കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് കർത്താവ് വരാൻ താമസിച്ചാൽ നെക്സ്റ്റ് വീക്കിൽ ആ കാര്യങ്ങളെക്കുറിച്ച് അല്പം ചിന്തിച്ച് പിന്നെയും പല ഗൗരവമായ കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 3-4 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, അതായത് ക്രിസ്തുയേശുവിലൂടെയുള്ള വീണ്ടെടുപ്പിലേക്ക് വന്നിരിക്കുന്ന നാം ദൈവശക്തിയിൽ കാത്തുകൊണ്ടിരിക്കുകയാണ് നമ്മെ. അപ്പോൾ നമ്മൾ ദൈവശക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മെ ചെത്തുന്നത്. ദൈവശക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഗോതമ്പോണി നിലത്ത് വീണ് ചാകുന്നത്. പിന്നെ അങ്ങനെ ഞാൻ ഈ പറഞ്ഞ ഓരോരോ കാര്യങ്ങൾ ഇതെല്ലാമായിട്ട് ചേർത്ത് വെച്ച് പഠിക്കുക. ഇതിന് വിരുദ്ധമായി പറയുന്നവരൊന്നും ദൈവത്തിൻ്റെ ദാസന്മാരല്ല എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞു വരാനുള്ളത്. നമ്മൾ എപ്പോഴും പറയാറുള്ളതായ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. 1 പത്രോസ് 1-ന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, അതിൽ നിങ്ങളിപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ തൊട്ട് മുകളിലുണ്ട്, ഈ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നമുക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ക്ഷയം, മാലിന്യം, വാട്ടം ഒന്നുമില്ലാത്ത നല്ലൊരു അവകാശത്തിനായിട്ടാണ് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. എന്തിനാണെന്ന് പോലും തിരിച്ചറിയാത്തവരാണ് ബഹുഭൂരിപക്ഷം പേരും ഈ കാലഘട്ടത്തിൽ. വിശുദ്ധന്മാരെന്ന് പറയുന്നവർ നമ്മെ വീണ്ടും ജനിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് എന്തിനാ? ക്ഷയം, മാലിന്യം, വാട്ടം, കോട്ടം ഒന്നും ഇല്ലാത്തൊരു അവകാശം പ്രാപിക്കാനാണ്. അപ്പം ഇവിടെയാണ് മുന്നമേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കണമെന്ന് പറഞ്ഞത്. അതായത് ഈ ദൈവശക്തി കാക്കപ്പെടുന്ന നമുക്ക് വേണ്ടി സ്വർഗത്തിൽ കരുതിയിരിക്കുന്നത് ക്ഷയം, മാലിന്യം, വാട്ടമൊന്നും ഇല്ലാത്ത അവകാശമാണ്. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുന്നവർക്ക് ഈ വക കാര്യങ്ങളുടെ ഡപ്ത് വെളിപ്പെട്ട് കിട്ടും. അവിടെ 3 വാക്ക് എഴുതിയിട്ടുണ്ട്, ക്ഷയം, മാലിന്യം, വാട്ടം എന്നൊക്കെ. ആ അവകാശത്തിൻ്റെ ശ്രേഷ്ഠതയും മഹിമയും എന്തെന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം. അങ്ങനെ അത് അന്വേഷിച്ച് കണ്ടെത്തുന്നവരോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്, ഞാൻ നിങ്ങളെ ചെത്തും. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ വേണ്ടി. അതുപോലെ തന്നെയാണ് പറയുന്നത്, ഗോതമ്പോണി നിലത്ത് വീണ് ചെതറണം, അല്ലെങ്കിൽ ചാകണം, ഔട്ടർ ഷെല്ല് പൊട്ടണം. എന്തിനാ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ വേണ്ടി. അങ്ങനത്തെ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ അനുവദിക്കും. ഇനി 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പരിശോധനകളുണ്ടെന്നും കൂടെ അവിടെ പറയുന്നത്. അപ്പോൾ പരീക്ഷകളുണ്ട്, പരിശോധനയുണ്ട്. പരീക്ഷകളോടുള്ള ബന്ധത്തിൽ അവസാനം പറഞ്ഞത് എന്താ? ഇങ്ങനെയുള്ള പരീക്ഷകളിലൂടെയൊക്കെ പോകുമ്പോൾ അല്പനേരത്തേക്ക് നിങ്ങൾ നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ ദുഃഖങ്ങളൊക്കെ കടന്നു വരാം. ഇങ്ങനത്തെ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മനുഷ്യരാണ്, പല സമയത്തും ബലഹീനരാണ്. ആ സമയത്തൊക്കെ താങ്ങാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരാം. പക്ഷേ വേറൊരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, താങ്ങാൻ കഴിയാത്തതിനപ്പുറമുള്ള പരീക്ഷയോ പരിശോധനയോ ഒന്നും ദൈവം അനുവദിക്കില്ല എന്നുള്ളത് മറ്റൊരു ഭാഗത്തുണ്ട്. അതൊരു ആശ്വാസകരമായ കാര്യമാണ്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുവദിക്കും. അപ്പോഴാണ് വന്ന് പറയുന്നത്, ഇങ്ങനെയൊക്കെ പറയുന്നത് അത് ഭയങ്കര തെറ്റായ പഠിപ്പിക്കലുകളാണ്, തെറ്റായ ടീച്ചിങ്സാണ്. ദൈവം രോഗം തരുമോ? പിന്നെ എന്നാ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക ക്ലേശങ്ങൾ അനുവദിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഫാമിലി സംബന്ധമായ ട്രബിളുകളിലൂടെ പോകേണ്ടതുണ്ടോ?
പിന്നെ അയൽവാസികളുമായിട്ടുള്ള ട്രബിളുകൾ, ബിസിനസ്സിലെ ട്രബിളുകൾ, പലതരമായ ട്രബിളുകൾ, പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? അതെല്ലാം സാത്താനാന്നാണ് ഇവർ പറയുന്നത്. സാത്താനും അവരും കൂടെ ഒരുമിച്ചിരുന്നാണ് പറയുന്നത്. സാത്താൻ്റെ കൊച്ചുമോനെ ഈ പറയുന്നത് എല്ലാം സാത്താനാന്ന്. അപ്പോൾ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ യാതൊരു ബന്ധവുമില്ലേ? യാതൊരു കാര്യമില്ലേ? ഇപ്പം ഈ കാര്യങ്ങളെല്ലാം പറയുന്നതിന് മുമ്പാണ് 4-ാം വാക്യത്തിൽ പറഞ്ഞ് നമ്മൾ ദൈവശക്തിയിൽ കാക്കപ്പെടുന്നവരാണെന്ന്. ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന അങ്ങനെയുള്ള നമ്മയാണ് പരിശോധനകളിലൂടെയും പരീക്ഷകളിലൂടെയും കടത്തിവിടുന്നത്. പരിശോധനകളിലൂടെയും പരീക്ഷകളിലൂടെയൊക്കെ കടത്തിവിടുന്നത്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് താഴെ 7-ാം വാക്യത്തിൻ്റെ ഒടുവിൽ വരുന്നുണ്ട്, വിശ്വാസത്തിൻ്റെ പരിശോധന നമുക്ക് ലഭിക്കുന്നത് എന്താ? തേജസ്സിനും മാനത്തിനും പുകഴ്ചയ്ക്കുമായി അങ്ങനെ കാണുവാൻ ഇടവരുമെന്ന്. അപ്പോൾ ഈ സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയാൽ, കഴിഞ്ഞ ആഴ്ച റോമാലേഖനം 8-ന്റെ 17-18 വാക്യങ്ങൾ നമ്മൾ വായിച്ചതാണ്. നമ്മളെ പുത്രത്വത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന അവകാശത്തിന് വേണ്ടിയിട്ടാണ്. ആ അവകാശം നമുക്ക് പ്രാപിക്കണമെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ കഷ്ടം സഹിക്കേണ്ടതുണ്ട്. അതായത് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും ഉല്ലസിച്ച് ആനന്ദിക്കുന്ന കാര്യം പത്രോസും പറയുന്നുണ്ട്, പൗലോസും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതെല്ലാം നമ്മെ തേജസ്സിലേക്ക് നടത്തുമെന്നാണ് പറയുന്നത്. ഫലം കായ്ക്കുന്നൊരു വിഷയമുണ്ട്. പിന്നെ നാം ഈ ഫലം കായ്ക്കുമ്പോൾ ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് സിദ്ധിക്കുന്നതായ കാര്യമാണ് തേജസ്സിന്മേൽ തേജസ്സിൻ്റെ അനുഭവം. ഫലം പുറപ്പെടുവിച്ച് ദൈവഹിതം പൂർത്തീകരിച്ച് ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ മുൻപോട്ട് പോകുമ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത് തേജസ്സിന്മേൽ തേജസ്സാണെന്നുള്ള കാര്യം തിരിച്ചറിയുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞ് നമ്മൾ മുന്നമേ പറഞ്ഞിട്ടുള്ളൊരു വാക്യമാണ് ഈ 1-ാം അധ്യായത്തിൻ്റെ തന്നെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ 10 മുതൽ അങ്ങ് വായിക്കാം. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. നമ്മളെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്, രക്ഷപ്പെട്ട് വന്നിരിക്കുകയാണ്. ആ രക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പൂർവന്മാരായ പ്രവാചകന്മാരെല്ലാം അന്വേഷിച്ചിരുന്നു. അങ്ങനെ അവരന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം എന്താ? അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ, ഇങ്ങനെ വാക്യം, അതായത് നമ്മെക്കുറിച്ചാണ് പറയുന്നത് 10-ാം വാക്യത്തിൽ. അതിൻ്റെ വിശദീകരണത്തിലേക്ക് വന്നപ്പോൾ ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളും പിൻവരുന്ന മഹിമയെയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചെന്ന്. അപ്പോൾ ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടവും പിൻവരുന്ന മഹിമയും. അപ്പോൾ ഈ കഷ്ടങ്ങളുടെ അനുഭവങ്ങളിലൂടെ എല്ലാം ക്രിസ്തു കടന്നു പോയിട്ട് ഈ 1 പത്രോസ് 2-ന്റെ 21-ാമത്തെ വാക്യത്തിൽ അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. വായിക്കേണ്ട ആ വാക്യം നമുക്കറിയാം. അതായത് നാം അവൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ അവനൊരു മാതൃക വെച്ചു പോയിരിക്കുന്നു. യെസ്, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. അതേ മാതൃക നമ്മളും പിന്തുടരുകയാണ്. അതായത് പിതാവ് പുത്രൻ്റെ ജീവിതത്തിൽ അനുവദിച്ച കാര്യങ്ങളിലൊന്നും പിറുപിറുക്കാതെ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്ത കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടവും പിൻവരുന്ന മഹിമയും. ഇതാണ് പാറ്റേൺ. ഈ പാറ്റേൺ വിരുദ്ധമായിട്ട് പറയുന്നവരെല്ലാം വ്യാജന്മാരാണ്, വഞ്ചകന്മാരാണ്. ഇത് തിരുത്താൻ എനിക്ക് അവകാശമില്ല. ഈ വചനങ്ങളെ തിരുത്താൻ ഒരു സീനിയർ പാസ്റ്ററിനോ ജൂനിയർ പാസ്റ്ററിനോ ഒരു അന്താരാഷ്ട്ര പാസ്റ്ററിനോ ആർക്കും അവകാശമില്ല. നീ എത്ര വലിയ കേമനാന്ന് പറഞ്ഞാലും ഇതാണ് പാറ്റേൺ. ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടവും പിൻവരുന്ന മഹിമയും. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ചില കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടതുണ്ട്. ആ കാര്യങ്ങളൊക്കെ ദൈവം അനുവദിക്കുന്നതാണ് ദൈവമക്കളോടുള്ള ബന്ധത്തിൽ. അപ്പോൾ സാത്താന് ഇതിനകത്ത് കാര്യപരിപാടി ഇല്ലെന്ന് ചോദിച്ചാൽ ഓക്കെ, സാത്താനും പ്രവർത്തിക്കും. പക്ഷെ നമ്മൾ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന മനുഷ്യരാ. യോബിൻ്റെ ജീവിതത്തിൽ സാത്താൻ പ്രവർത്തിച്ചില്ലേ? ദൈവം അറിയാതെയാ? യോബിൻ്റെ ജീവിതത്തിൽ സാത്താൻ പ്രവർത്തിച്ചെങ്കിൽ ദൈവമക്കളോടുള്ള ബന്ധത്തിലുമുണ്ട്. മനുഷ്യപുത്രൻ ശുശ്രൂഷ ആരംഭിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് സാത്താൻ പരീക്ഷിച്ചില്ലേ? പരിശോധന എന്നാ സാത്താനെ വിളിക്കുന്നത്. സാത്താൻ 40 ദിവസമാണ് പരിശോധിച്ചത്. പലരും വിചാരിക്കുന്ന ഉപവാസം കഴിഞ്ഞിട്ട് പരിശോധിച്ചെന്നാ. അങ്ങനെയല്ല, ആ 40 ദിവസം പരിശോധനയുണ്ടായിരുന്നു. ആ പരിശോധനകളെയെല്ലാം മനുഷ്യപുത്രൻ വിജയിച്ചു. ആ പരിശോധനകളെയെല്ലാം മനുഷ്യപുത്രൻ മറികടന്നു. അതിൻ്റെ മേലെല്ലാം ജയം കൊണ്ടാടി. ചരിത്രത്തിൽ സാത്താൻ്റെ മേൽ ജയം കൊണ്ടാടുന്ന ആദ്യത്തെ സംഭവമാണത്. അവിടെ നിന്ന് അവൻ്റെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഇന്ന് നാം ഉൾപ്പെടുന്ന വിശുദ്ധ സമൂഹം സാത്താനി ലോകത്തെ ഓവർകം ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ സംഘമാണ്.
അങ്ങനെ തന്നെ ആയിരിക്കുമോ എനിക്കറിയില്ല. അങ്ങനെ ആയിരിക്കണം. സാത്താനിടുന്ന ഈ ചക്കക്കുരുവും മാങ്ങയും തേങ്ങയൊക്കെ എടുത്ത് പോക്കറ്റിൽ വെച്ചോണ്ടിരിക്കരുത്. ഗേഹസിയുടെ അളിയന്മാരാകരുന്ന്. നയമാൻ കൊണ്ടുവന്ന സാധനമൊക്കെ കണ്ടപ്പോൾ ഗേഹസിക്കൊരു പൂതി, ഇത് കുറച്ച് വസ്ത്രവും കുറച്ച് വെള്ളിക്കട്ടിയൊക്കെ ആണല്ലോ, ഇത് കുറച്ച് മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയേക്കാം. അങ്ങനത്തെ ഒരു ചിന്ത ഗേഹസിക്ക് വന്നു. അങ്ങനത്തെ ചിന്തകളിൽ നാം വശംവദരാകരുത്. ഈ ലോകത്തിൻ്റെ സ്വരൂപം ഒഴിഞ്ഞു പോകും. ഈ കാണുന്ന ഈ ഭൂമി ആകാശവും പഴകിയ വസ്ത്രം പോലെ ചുരുട്ടിക്കളയാനുള്ളതാ. അവിടെയാണ് നിങ്ങൾ കൊട്ടാരം കെട്ടാൻ പോകുന്നത്. ദൈവഹിതമാണെങ്കിൽ നിങ്ങൾ എത്ര കൊട്ടാരം വേണേലും കെട്ടണം കേട്ടോ സഹോദരങ്ങളെ. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുകയാണ്. നിങ്ങൾ അമേരിക്കയിലെ 50 സ്റ്റേറ്റിലും ഓരോ കൊട്ടാരം കെട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചയമായും കെട്ടണം. അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പുസ്തകത്തിന് വിരുദ്ധമായിട്ടും ആദിമ അപ്പോസ്തലന്മാർ സഞ്ചരിച്ചതും പിന്നെ ഇതിലെ വാക്യങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ലോകം മുഴുവനും ബംഗ്ലാവ് പണിയാൻ പറയുമോ? എനിക്ക് തോന്നുന്നില്ല. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ എൻ്റെ പൊന്നുമോനെ എന്നല്ലേ എഴുതി വച്ചിരിക്കുന്നേ. അപ്പം സാത്താനിടുന്ന അപ്പനുറുക്കുകളെ മറികടക്കാൻ പഠിക്കണം. ഭാണ്ഡക്കെട്ടിലെല്ലാം കൂടെ വാരിക്കൂട്ടി ഇട്ട് കഴിഞ്ഞാൽ മുട്ടങ്കീറിച്ചിൻ്റെ കൂടെ ഇന്ന് പാട്ട് പാടാൻ പറ്റുമോ? നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം, വല്ലഭൻ്റെ നല്ല പാത പിന്തുടരാം. ഇതെങ്ങനെ പാടാൻ പറ്റും? പോരാട്ടം എങ്ങനെ പോരാടും? എങ്ങനെ ഓട്ടം ഓടും? ഭാണ്ഡക്കെട്ട് മുഴുവനും ഓരോരോ മോഹങ്ങളും താല്പര്യങ്ങളും ദുർമോഹങ്ങളും ഒക്കെയാണ്. ഇതെല്ലാം വെച്ചോണ്ട് ഓടി എങ്ങനെ ജയിക്കാനാ? ജയാളികളുടെ സംഘത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് സ്വർഗം. ജയാളികളുടെ സംഘം, ജയാളികളെ ട്രെയിൻ ചെയ്യുന്നൊരു ട്രെയിനിങ് സെൻ്ററാണിത്. ജയാളികളെ അല്ലല്ലോ, ജയാളികളാകുവാൻ വേണ്ടി ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് സെൻ്ററായിട്ട് പരിഗണിക്കണം. സൗരങ്ങളെ അല്ലാത്ത വിധത്തിലുള്ള പ്രസംഗം കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാരും ഇവിടെ വരരുത്. ഇവിടെ വന്ന ഗോതമ്പോണിയുടെ പുറന്തോട് പൊട്ടണം. ഇവിടെ വന്ന വെൺകൽ ഭരണികൾ ഉടയണം. അത് ഏത് അമേരിക്കക്കാരാണെങ്കിലും കൊള്ളാം, ഏത് യൂറോപ്പുകാരാണെങ്കിലും കൊള്ളാം, ഏത് മലയാളിയാണെങ്കിലും കൊള്ളാം, ഏത് സുറിയാനി ആണെങ്കിലും കൊള്ളാം, ഏത് ലത്തീനാണെങ്കിലും കൊള്ളാം, ആരാണെങ്കിലും കൊള്ളാം, ഏത് കൊമ്പത്തെ പുള്ളിയാണെങ്കിലും കൊള്ളാം, വെൺകൽ ഭരണി ഉടയണം. അതിൽ നിന്ന് സ്വച്ഛജട മാംസി തൈലം പുറത്തേക്ക് ഒഴുകണം. ഗോതമ്പോണി അങ്ങനെ ഇരുന്നാൽ പോരെന്നേ. പലരും വന്ന് പ്രസംഗിക്കുകയും പറയുകയൊക്കെ ചെയ്യും, അച്ചായ അമ്മാമയെന്നൊക്കെ വിളിക്കും. അതൊന്നും ഇവിടെ നടക്കണ കാര്യമല്ല. അങ്ങനെയൊന്നും തലോടാൻ സമയമില്ല. ഗോതമ്പ് മണിയുടെ പുറന്തോട് പൊളിയണം. അതാണ് പോളിസി, ഇതാണ് പാറ്റേൺ. 1-ാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാരെ അങ്ങനത്തെ തകർച്ചയിലൂടെ നടത്തി, സൗരഭ്യം പരത്തി. രക്ഷിക്കപ്പെടുന്നവരുടെ നശിച്ചു പോകുന്നവരുടെ ഇടയിൽ അവർ സൗരഭ്യമായിരുന്നു. അവരധികം ഫലം കായ്ച്ചു. ചേത്തി റോമൻ വാളുകളുടെ കീഴിലും അവർ ഭയപ്പെടാതെ മുന്നോട്ട് പോയി. ഇന്ന് ഒരു പാറ്റിനെ കണ്ട ഓടുമല്ല. അന്നത്തെ വിശുദ്ധന്മാർ റോമൻ വാളിന് കീഴിലൂടെ നടന്നു പോയവരാണ്. അത്തരത്തിൽ ആർജവത്വമുള്ള തലയെടുപ്പുള്ള ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കണം ദൈവത്തിന്. അതിനു വേണ്ടിയിട്ട് ഇങ്ങനത്തെ വചനങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നത്, ഈ കാര്യങ്ങളുടെ ആഴം പറയുന്നത്. അപ്പോൾ അതിൽ ചില ആളുകളുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, ചിലരുടെ പ്രസംഗത്തിൻ്റെ കാര്യം, ഒരാളുടെ വീഡിയോ പോലും കാണിച്ചില്ലേ. കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ ആ മെസ്സേജ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിനകത്ത് ധാരാളം കമൻസ് വന്നു. ധാരാളം കമൻസ്. നമ്മൾ വീഡിയോയിൽ കാണിച്ച ആ കോട്ടയംകാരൻ പ്രസിദ്ധനായ ആൾ, അദ്ദേഹത്തെക്കുറിച്ച് ഒരാൾ കമൻ്റ് എഴുതി, ഇയാളൊന്നും ശരിയല്ല, അയാൾ കള്ള് കുടിച്ച് കലങ്ങിയ കണ്ണുമായിട്ടാണ് ഇരിക്കുന്നത്, അയാൾ എതിലെയൊക്കെയോ പോയപ്പോൾ ഇങ്ങനെ അടിച്ച് കോൺ തെറ്റിയൊക്കെയാണ് വന്നത് എന്നൊക്കെ പറഞ്ഞ് എഴുതി. അപ്പം ഞാൻ അതിന് മറുപടി എഴുതി, ഇവിടെ അങ്ങനെ വ്യക്തിഹത്യ പാടില്ല, ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എഴുതാൻ പാടില്ല, ആ വ്യക്തി അങ്ങനെ ചെയ്തതാണെന്നൊന്നും നമുക്കാർക്കും അറിയില്ല. ലോകത്തിലെ ആൾക്കാർ അങ്ങനെ പലതും ഒക്കെ പറയും. നമ്മളാരും അവരുടെ വീട്ടിൽ പോയി കണ്ടിട്ടില്ല, അല്ലെ അവരുടേതായ സ്വകാര്യമായ കാര്യങ്ങളിൽ പോയി കണ്ടിട്ടില്ല. അതവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയില്ലാത്തടത്തോളം കാലം കേട്ടുകേഴ്വി വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിവിടെ ഒരാളെയും വ്യക്തിഹത്യ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങൾ അനുവദിക്കില്ല. അവരെക്കുറിച്ച് നമുക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ല. എന്നോട് പലരെയും കുറിച്ചും പറയാറുണ്ട്, അവർ ഇന്ന കാര്യത്തിൽ അങ്ങനെ വീണുപോയി, ഇങ്ങനെ പോയി, അങ്ങനെ പോയി എന്നൊക്കെ. ഇവനെ കണ്ട് പോയി കണ്ടിട്ട് വന്ന് പറയുന്ന പോലെയുണ്ട്. കേട്ടുകേഴ്വികൾ വെച്ചിട്ടാണ് ഓരോരുത്തരും ഓരോന്ന് പറയുന്നത്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് അങ്ങനത്തെ കാര്യങ്ങളല്ല ഇവിടെ പറയുന്നത്. ഐഡിയോളജിയുമായിട്ടാണ് യുദ്ധം, ആശയപരമായ യുദ്ധമാണ്. അവരെ ഉപദേശത്തെ മറിച്ചു കളയുന്നു, അവർ വചനത്തെ കോട്ടി മാറ്റുന്നു, ദൈവജനത്തിൻ്റെ വിരുദ് തെറ്റിക്കുന്നു.
ഇതാണ് പാറ്റേൺ. ചെത്തുമെന്ന് പറഞ്ഞാൽ ചെത്തും, ഇത് ഉടയണമെന്ന് പറഞ്ഞാൽ ഉടയണം, തകർക്കണമെന്ന് പറഞ്ഞാൽ തകർക്കണം. ആ സ്ഥാനത്ത് അങ്ങനെ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഒക്കുവോ? അങ്ങനെ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഒക്കില്ല. അത് തെറ്റായ പഠിപ്പിക്കലാണെന്ന് പറയാൻ താങ്കൾ ആരാണ് മിസ്റ്റർ? അത് പറയാൻ താങ്കൾ ആരാണ്? ജീവനുള്ള ദൈവത്തിൻ്റെ ദാസന്മാർ ദൈവത്തിൻ്റെ സത്യവചനം പ്രസംഗിക്കും. ദൈവജനം അത് കേട്ട് ഏറ്റെടുത്ത് ഈ ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന നിലയിൽ മുൻപോട്ട് പോകേണ്ടവരാണ്. അങ്ങനെ മുൻപോട്ട് പോകേണ്ട അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ? പരിശുദ്ധാത്മാവിലല്ലേ ജീവിക്കുന്നത്? ഇപ്പോൾ ഈ വചനങ്ങളെല്ലാം പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവിനോട് മന്ത്രിക്കുകയാണ്. ഇദ്ദേഹം പറയുന്നതിനകത്തൊന്നും കാമ്പില്ല കഴമ്പില്ലെന്ന് പറഞ്ഞ് വിട്ടേരെ, ഞാനൊന്നും പറയാനില്ല. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളോട് മന്ത്രിക്കുകയാണ്. ഇത് ദൈവത്തിൻ്റെ സത്യവചനത്തിൽ നിന്നാണ് പറയുന്നത് എന്ന് നിങ്ങളുടെ ഉള്ളിൽ മന്ത്രിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കണം. അതാ പറഞ്ഞ ദൈവത്തിൻ്റെ വചനത്തെങ്കിൽ വിറയ്ക്കുന്നവരെ, അങ്ങനെ വിറയ്ക്കുന്നവരെയാണ് ദൈവത്തിന് വേണ്ടത്. നമ്മളിങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടത്തിവിടുന്നതിനെക്കുറിച്ച് 2 വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിച്ചേക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. അപ്പോൾ ഏത് ശിക്ഷയും അല്ലെങ്കിൽ ഏത് ചെത്തലും തൽക്കാലം സന്തോഷകരമല്ല, ആണോ? ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, അല്ലെങ്കിൽ ഏത് ചെത്തലും തൽക്കാലം സന്തോഷകരമല്ല, അല്ലെങ്കിൽ ഏത് ഉടയ്ക്കലും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. അത് തന്നെയാണ് പത്രോസും പറയുന്നത്. അല്പനേരത്തേക്ക് ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അതെന്തുകൊണ്ട് ആനന്ദം വരുന്നത്? പിന്നത്തേതിലോ. ഇതാണ് പെന്തക്കോസ്ത് പ്രസംഗം. കണ്ടോ, ഇതാണ് പെന്തക്കോസ്ത് പ്രസംഗം. ന്യൂ ജനറേഷൻ പെന്തക്കോസ്ത് അങ്ങനെയല്ല. ആദ്യ ഭാഗം പിന്നത്തേതിൽ എടുക്കില്ല. ആദ്യ ഭാഗത്ത് നിന്നുകൊണ്ട് പറയും ഒരു വിടുതൽ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുന്നു. ഇവിടെ അങ്ങനത്തെ വിടുതൽ ശുശ്രൂഷയൊന്നും അല്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നാം അഭിമുഖീകരിക്കണം. ഏത് ശിക്ഷയും ദൈവം അനുവദിക്കുന്ന കാര്യം, ഗോതമ്പ് മണി ചിതറണം, അല്ലല്ലോ, ഗോതമ്പ് മണി നിലത്ത് വീണ് ഉടയണം, വെൺകൽ ഭരണി ഉടയണം, അങ്ങനെ അനവധി കാര്യമുണ്ട്. ചെത്തും, അതെല്ലാം നമ്മൾ അഭിമുഖീകരിക്കണം. അതിലൂടെ തന്നെ കടന്നു പോകണം. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. അങ്ങനെ കടന്നു പോകുന്നവർക്ക് പിന്നത്തേതിൽ ഒരു അഭ്യസനമാണ് ലഭിക്കുന്നത്. ഒരു ദൈവിക അഭ്യസനം അവർക്ക് ലഭിക്കുകയാണ്. ആ അഭ്യസനം ലഭിച്ചവരെ കുറിച്ച് ലൂക്കോസ് 6:40 എന്താ എഴുതിയിരിക്കുന്നത്? ലൂക്ക് ചാപ്റ്റർ 6:14. ലൂക്കോസ് 6:40 എന്താ എഴുതിയിരിക്കുന്നത്? ഇങ്ങനെ ആ അഭ്യസനം പൂർത്തീകരിച്ചവരെ കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ എന്താ വായിക്കുന്നത്? 6:40 വേഴ്സ് 40. അഭ്യാസം തികഞ്ഞവനെല്ലാം ഗുരുവിനെ പോലെയാകും. കണ്ടോ, ഈ പറയപ്പെട്ട അഭ്യസനത്തിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ ആ അഭ്യാസം തികഞ്ഞവനെല്ലാം ഗുരുവിനെ പോലെയാകും. നമുക്ക് ഗുരുവിനെ പോലെയല്ലേ ആകേണ്ടത്? ശിഷ്യൻ ഗുരുവിനെ പോലെ ആകണം. 39 അവസാനമുണ്ട്, ശിഷ്യൻ ഗുരുവിന് മീതയല്ലെന്ന്. ശിഷ്യൻ ഗുരുവിന് മീതയല്ല. അപ്പം ശിഷ്യൻ ഗുരുവിനെ പോലെ ആകണം. ഗുരുവിൻ്റെ മീത കയറാനൊന്നും പോണ്ട, ശിഷ്യൻ ഗുരുവിനെ പോലെ ആകണം. അതിന് ശിഷ്യനെ ചില ശിക്ഷകളിലൂടെയും ചില അഭ്യസനങ്ങളിലൂടെയൊക്കെ നടത്തും. അങ്ങനെ നടത്തുന്നത് ദോഷത്തിനല്ല, ഗുരുവിനെ പോലെ ആകാനാണ്. അഭ്യസനം തികഞ്ഞവൻ ഗുരുവിനെ പോലെയാകും. അപ്പം നമ്മെ വിളിച്ചിരിക്കുന്നത് ഗുരുവിനെ പോലെ ആകാനാണ്. ഗുരുവിനെ പോലെ ആകാൻ വിളിക്കപ്പെട്ടവരെ എല്ലാം ചെത്തും, അവരെല്ലാം ഈ പറഞ്ഞ പോലെയുള്ള അനുഭവങ്ങളിലൂടെ വിടും, ഉടയ്ക്കും, എല്ലാ കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ അനുവദിക്കും. അതെല്ലാം നമുക്ക് പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ്. സഹോദരങ്ങളെ, ഞാനൊരു വാക്കുകൾ ചുരുക്കുകയാണ്. സമയം ഒത്തിരി മുൻപോട്ട് പോയല്ലോ. ഇവിടെയും ചില നുറുങ്ങ് ചിന്തകൾ ഇനിയും കിടപ്പുണ്ട്. അത് നമുക്ക് അടുത്ത ആഴ്ച കർത്താവ് വരാൻ താമസിച്ചാൽ ചില കാര്യങ്ങളും കൂടെ ഈ പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്ന് തന്നെ പറയാനുണ്ട്. ബൃഹത്തായൊരു ലേഖനമാണ്. ഈ ലേഖനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ അത് ഒരിക്കലും വറ്റാത്തൊരു ഉറവയാണത്. ഒരിക്കലും വറ്റാത്തൊരു ഉറവയാണ്. ആ ഉറവയിൽ നിന്നിങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളും. കഴിഞ്ഞ മാസം ചിലത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഈ മാസം വരുമ്പോൾ ഉറവ പിന്നെയും അത് പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവവചനത്തിൻ്റെ പൊതുവായൊരു കാര്യമാണത്. വിശേഷാൽ പത്രോസിൻ്റെ ലേഖനങ്ങളൊക്കെ ആഴമേറിയതാണ്, ഊറ്റമുള്ളതാണ്.
പത്രോസ് പൗലോസിൻ്റെ ലേഖനത്തെക്കുറിച്ച് പറയുന്നത് അതെല്ലാം ഊറ്റമുള്ളതാണെന്നാണ്. പക്ഷെ നമ്മൾ പറയാണ് ചുമ്മാ കേവലം മുക്കുവനായി നടന്നെന്നൊക്കെ പറയുന്ന പത്രോസ് ആത്മശക്തി പ്രാപിച്ചപ്പോൾ, ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ ഗ്രഹിച്ചപ്പോൾ, അങ്ങനെ പ്രാപിച്ച് പത്രോസിൻ്റെ കയ്യാൽ വിരചിതമായ ലേഖനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ പറയുകയാണ് ഇതെല്ലാം ഊറ്റമുള്ള ലേഖനങ്ങളാണ്. അതിൽ നിന്നാണ് ഈ സൈസ് വഞ്ചകരെ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നത്. ഈ സൈസ് വഞ്ചകരും ജനത്തെ തീപ്പൊയ്കയിലേക്ക് കൊണ്ടുപോകാൻ അച്ചാരം വാങ്ങിച്ചിരിക്കുന്ന സാത്താൻ്റെ ഏജൻറ്റുമാർ. സൗരങ്ങൾ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ വലിയ വ്യഥയുണ്ട്. ഇങ്ങനെയൊക്കെ പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ ചെയ്യണത്? നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഒക്കെ ഗൗരവമാണ്, വലിയ കാര്യമാണ്. അതിൽ നിന്നൊക്കെയാണ് അനേകർ തെറ്റിപ്പോകുന്നത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയിൽ ദൈവരാജ്യത്തിലേക്ക് വന്ന അനേകർ അവരുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭകാലം ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയോ മറ്റ് സംവിധാനങ്ങളിലൂടെയൊക്കെ ഇവരുടെയൊക്കെ പ്രസംഗങ്ങളും പഠിപ്പീരുകളും ഒക്കെ കേട്ട് എത്രയോ പേരെ വഴിതെറ്റിപ്പോകുന്നതെന്നറിയാവോ? അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് തന്നെയാണ് നമ്മൾ കേട്ടത്. ഒരു പെന്തിക്കോസുകാരൻ വഴിതെറ്റി അദ്ദേഹത്തിൻ്റെ കൂടെ വന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് ഒത്തിരി ബാങ്ക് ബാലൻസ് ആയി കഴിഞ്ഞെന്ന്. നേരത്തെ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുകയായിരുന്നു. അല്ലെങ്കിൽ ദൈവം ചില കാര്യങ്ങൾ അനുവദിച്ചു ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ. അദ്ദേഹത്തിന് അത് തിരിച്ചറിയാൻ കഴിയാതെ പോയി. അല്ലെങ്കിൽ അദ്ദേഹം നിന്ന പെന്തിക്കോസ്ത് ലോകത്തിന് ഇതിനെക്കുറിച്ചൊന്നും ഒരു ഗ്രാഹ്യമില്ല. സാത്താൻ്റെ ആഴങ്ങളെക്കുറിച്ചൊന്നും അവർക്കൊരു ഗ്രാഹ്യമില്ല. ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണ്ടേ? സാത്താന് മീതയല്ലേ നമ്മുടെ വാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പൊസിഷൻ എന്ന് പറയുന്നത്? സാത്താൻ്റെ കീഴിലാണോ നമ്മളിരിക്കുന്നത്? സാത്താൻ നമ്മുടെ കാൽ കീഴിലാണ് വരേണ്ടത്. ശത്രു നമ്മുടെ പാദപീഠത്തിൽ എത്തിച്ചേരേണ്ടതുണ്ട്, അല്ലേ? എബ്രായ ലേഖനത്തിൽ അങ്ങനെയല്ലേ പറയുന്നത്? സങ്കീർത്തനത്തിലും അങ്ങനെയാണ് പറയുന്നത്. ശത്രുക്കൾ തൻ്റെ പാദപീഠമാകുവോളം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പാദപീഠത്തിൽ എത്തേണ്ടതുണ്ട്. അതിന് വിശുദ്ധന്മാർ ആത്മാവിൽ കരുത്തു പ്രാപിക്കണം. കരുത്തു പ്രാപിച്ച് പാദപീഠത്തിൽ എന്ന് പറഞ്ഞാൽ, കർത്താവിൻ്റെ പാദപീഠം എന്ന് പറഞ്ഞാൽ ആ പാദപീഠം ആരാ? സഭയാണ്. ക്രിസ്തു ശിരസ്സും ആ ശരീരമാണ് തൻ്റെ സഭ. പാദപീഠം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഭാഗമല്ലേ? അപ്പോൾ പാദപീഠത്തിന് കീഴെ വരിക എന്ന് പറഞ്ഞാൽ സഭയുടെ കീഴിൽ വരിക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഈ പറഞ്ഞ നിലയിൽ നാം ആത്മാവിൽ ബലം പ്രാപിച്ച് ശക്തരായി ഗുരുവിനെ പോലെ ആയിത്തീരണം. ഗുരുവിനെ പോലെ ആയിത്തീരുന്നവരുടെ കാൽ കീഴിലാണ് ഈ പറഞ്ഞ സാത്താൻ വരുന്നത്. അല്ലെങ്കിൽ ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഉള്ള അധികാരം നമ്മൾ പ്രാപിക്കുകയാണ് ആ ഒരു നിലയിലേക്ക് പോകുമ്പോൾ. ക്രിസ്തീയ ജീവിതത്തിൽ ഈ പറഞ്ഞ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നാം അനുഭവിക്കുന്നതും പ്രാപിക്കുന്നതും എന്താ? അധികാരമാണ് കയ്യേറ്റുവാങ്ങുന്നത്. ഗോതമ്പ് നിലത്ത് വീണ് ചാകുക എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. വെൺകൽ ഭരണി ഉടയാന്ന് പറഞ്ഞു, മുന്തിരിവള്ളി ചെത്തുന്ന കാര്യം പറഞ്ഞു. ഈ സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ അധികാരം കയ്യേറ്റുവാങ്ങുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടം അനുഭവിക്കുന്ന ദൈവദാസന്മാർ അവരുടെ ശുശ്രൂഷയിൽ അവർ ഏറ്റവും ശോഭിക്കുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ശുശ്രൂഷയിൽ അധികാരം വെളിപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ വാചക കസരത്തായിട്ട് അവസാനിക്കാറാണ് പതിവ്. അപ്പോൾ അധികാരം കയ്യേറ്റുവാങ്ങുകയാണ്, അല്ലേ? അധികാരം കയ്യേറ്റുവാങ്ങുകയാണ്. അപ്പോൾ അതിന് സ്വർഗത്തിലെ ദൈവം നമ്മയെല്ലാം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേൾക്കപ്പെട്ട വചനങ്ങൾ ഒഴുകിപ്പോകാതിരിക്കട്ടെ. ഇത് ഉള്ളിൽ സ്വാംശീകരിക്കപ്പെട്ട് അത് വേരൂന്നി, ക്രിസ്തുവിൽ വേരൂന്നി അധികം ഫലം കായ്ച്ച് രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിൽ, നശിച്ചു പോകുന്നവരുടെ ഇടയിലൊക്കെ സൗരഭ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.